നമസ്കാരം. ഏതാണ്ട് സന്ധ്യ ആയപ്പോഴാണ് മാർക്ക് ഫെല്ലർ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ അക്കാഡമിയുടെ ഗേറ്റിന് മുന്നിൽ വരുന്നത്. ആ ഗേറ്റ് ഒരു കൂറ്റൻ മതിൽക്കെട്ടുമായി കണക്ട് ചെയ്താ ഉള്ളത്. മാർക്ക് ആ മതിൽക്കെട്ടിലേക്കും ഗേറ്റിലേക്കും അകത്ത് കാണുന്ന ആ വലിയ ബിൽഡിങ്ങിലേക്കും നോക്കി. ഗേറ്റിൽ 2 ലൈറ്റുകളുണ്ട്, അതല്ലാതെ പ്രകാശമൊന്നുമില്ല. മാർക്ക് സാവധാനം ഗേറ്റ് തള്ളി തുറന്നു. ഗേറ്റ് അകത്തുനിന്ന് പൂട്ടിയിട്ടൊന്നുമില്ല. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കിടന്ന മാർക്ക് ഒരു നിമിഷം ഗേറ്റിന് മുന്നിൽ നിന്നിട്ട് അങ്ങ് അകലെ കാണുന്ന ആ ബിൽഡിങ്ങിലേക്ക് നോക്കി. അതിനുശേഷം മാർക്ക് സാവധാനം ആ ബിൽഡിങ്ങിന് നേരെ നടന്നു തുടങ്ങി. എമിലി ബ്ലാക്കിന്റെ രക്തം സ്വീകരിക്കുന്ന പുതിയ ആളുകളെ പരിശീലിപ്പിക്കാനായി ആ കേന്ദ്രമാണ് ജിങ്ദു മാർഷൽ അസോസിയേഷൻ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ഏകദേശം ഒരു ധാരണ ഇപ്പോൾ മാർക്കിനുണ്ട്. മാർഷൽ അസോസിയേഷന്റെ ആ ഫോറത്തിനകത്ത് വന്ന വാർത്ത അതാണ് സൂചിപ്പിക്കുന്നത്. എമിലി ബ്ലാക്ക് എന്ന പേരൊന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും പുതിയ ആളുകളെ പരിശീലിപ്പിക്കാനുള്ള വെനുവായി തിരഞ്ഞെടുത്തിരിക്കുന്ന ആ ബിൽഡിംഗ് ആണെന്നുള്ള സൂചന മാർക്ക് വായിച്ച ആ പോസ്റ്റിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മാർക്ക് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്. മാർക്കിന്റെ സംശയം മാറ്റുന്ന ഒരു ബോർഡും അവിടെ കണ്ടു. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ അക്കാഡമി വളരെ വലുതായിട്ട് തന്നെ ആ ബോർഡ് വെച്ചിട്ടുണ്ട്. ബിൽഡിങ്ങിന്റെ മുൻപിലായിട്ടാണ് ആ ബോർഡ് കാണുന്നത്. പക്ഷെ ഗേറ്റിന് മുന്നിൽ അത്തരത്തിലൊരു ബോർഡ് കണ്ടില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് മാർക്ക് സാവധാനം ആ ബിൽഡിംഗ് നേരെ നടന്നു തുടങ്ങിയത്. ഒരു കൂറ്റൻ ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിന് മുന്നിലായി ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട്. പരിശീലനം നടക്കുന്ന ഒരു ഗ്രൗണ്ടാണെന്ന് ഒറ്റ നോട്ടത്തിൽ ആ ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ അറിയാം. മാർക്ക് ആ ഗ്രൗണ്ടിലെത്തി. തികഞ്ഞ ഒരു നിശബ്ദത ആ ഗ്രൗണ്ടിന് ചുറ്റുമുണ്ട്. പ്രാക്ടീസ് ചെയ്യുന്ന ആരും അവിടെയൊന്നും ഇല്ലേ? അങ്ങനെ ഒരു ചോദ്യം മാർക്കിന്റെ മനസ്സിലേക്ക് വന്നതും ഒരു അനക്കം മാർക്കിന്റെ ശ്രദ്ധയപ്പെട്ടു. ഇപ്പോ മാർക്ക് ആ ഗ്രൗണ്ടിന്റെ ഒത്തു നടുക്കാണ്. ഗ്രൗണ്ടിന് ചുറ്റുമായിട്ടാണ് അനക്കം മാർക്കിന്റെ ശ്രദ്ധയപ്പെട്ടത്. മാർക്ക് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഗ്രൗണ്ടിന്റെ ചുറ്റും നിന്നായി അനവധി ആളുകൾ മാർക്കിനെതിരെ നടന്നു വരികയാണ്. നടന്നു വരുന്ന ആളുകളെല്ലാം കറുത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അവരുടെ ആ കറുത്ത വസ്ത്രത്തിൽ സുവർണ നിറത്തിലുള്ള വരകൾ ഒരുപാടുണ്ട്. ബ്ലാക്ക് ഗോൾഡ് റോബ് ധരിച്ച ആ ആളുകൾ ശക്തരാണെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. ആകെ 8 ആളുകളാണ് മാർക്കിനെ വളഞ്ഞത്. മാർക്ക് നിൽക്കുന്ന ഭാഗത്തേക്ക് ആ 8 പേരും നടന്നു വരികയാണ്. മാർക്കിനെ കണ്ടതും അതിലൊരാൾ ഉറക്കെ പറഞ്ഞു, ഏയ് ആൻസിസ്റ്റർ ഗുവാൻ, ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിലേക്ക് സ്വാഗതം. വളരെ മുഴക്കമുള്ള ശബ്ദത്തിൽ ആ വ്യക്തി അങ്ങനെ പറഞ്ഞതും മാർക്കിന് ഒരു കാര്യം ബോധ്യമായി. അവർ മാർക്കിനെ പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ തോന്നിയതും മാർക്ക് അയാളോട് ചോദിച്ചു, ഇതൊക്കെ ഷിയാഖാങ്ങിന്റെ പരിപാടിയാണല്ലേ? ഹേയ്, നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ എന്തിനാ കൂടുതൽ അന്വേഷിക്കുന്നത്? മാർക്കിന് വ്യക്തമായ ഉത്തരം നൽകാതെ ആ മനുഷ്യൻ വീണ്ടും അങ്ങനെ സംസാരിച്ചതും മാർക്ക് വാള് കയ്യിലെടുത്തു. മാർക്ക് കൈയൊന്ന് ഉയർത്തിയതും മാർക്കിന്റെ കയ്യിലേക്ക് ആ വാള് വന്നു. മാർക്കിന്റെ ആ വാള് തൂക്കിയിട്ടിരിക്കുന്ന ഉറയിൽ നിന്ന് കയ്യിലേക്ക് ആ വാളങ്ങനെ പാഞ്ഞു വന്നതും മാർക്ക് അതിവേഗം ആ വാളൊന്ന് വീശി. ശരിക്കും അവരോട് ഇത് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് ബോധ്യമായതുകൊണ്ടാണ് മാർക്ക് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തത്. മാർക്ക് പെട്ടെന്ന് ആ വാളങ്ങ് വീശിയതും ഒരു പ്രകാശം ആ വാളിൽ നിന്ന് മാർക്കിനോട് സംസാരിച്ച ആളുടെ നേരെ ഉണ്ടായി. മാർക്കിന്റെ ആ വാൾ പ്രകാശം ആ ആളിന് നേരെ വന്നതും ആ ആള് കൈയൊന്ന് ഉയർത്തി. ഉടൻ മാർക്കിന്റെ ആ പ്രകാശം അയാളുടെ കൈ തട്ടി ഒന്നു നിശ്ചലമായി. ശരിക്കും മാർക്കിനെ അമ്പരപ്പിച്ചുകൊണ്ടാണ് ആ കൈ മാർക്കിന്റെ പ്രകാശത്തെ തടഞ്ഞത്. അയാളുടെ ആ കൈയിലേക്ക് നോക്കിയാൽ മാർക്കിന് ആ കൈയിലെ ഗ്ലൗസ് ഇപ്പൊ വ്യക്തമായി കാണാം. കറുത്ത ഗ്ലൗസ് ആണ് അയാൾ അണിഞ്ഞിരിക്കുന്നത്. ആ ഗ്ലൗസിൽ വ്യക്തമായിട്ടും ആ സുവർണ നിറത്തുള്ള വരകളുണ്ട്. ബ്ലാക്ക് ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയ ഗ്ലൗസ് ആണ് ആ വ്യക്തി അണിഞ്ഞിരിക്കുന്നത്. അയാൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങളും ബ്ലാക്ക് ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. എമിലി ബ്ലാക്കിനെ തടങ്കലിലിട്ടിരിക്കുന്ന ആ തടവറയിലെ കമ്പികൾക്കും ഇതേ നിറമാണ് ഉള്ളത്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ഒരു പ്രത്യേക കണ്ടെത്തലാണ് ഈ ബ്ലാക്ക് ഗോൾഡ്. ആ ബ്ലാക്ക് ഗോൾഡിന് അതിശക്തിയാണ്. അതുകൊണ്ടുണ്ടാക്കിയ ഗ്ലൗസും അണിഞ്ഞ് അതുകൊണ്ടുള്ള ആർമറും അണിഞ്ഞാണ് തനിക്ക് മുന്നിൽ ആ 8 സേന നിൽക്കുന്നത്. 8 പേരും മാർക്കിനിങ്ങനെ വളഞ്ഞു നിൽക്കുകയാണ്. ബ്ലാക്ക് ഗോൾഡ് കൊണ്ടുള്ള ആ ഗ്ലൗസ് ഉപയോഗിച്ചാണ്
തൻ്റെ ആ സോഡ് ലൈറ്റിനെ തടുത്തെന്ന് മനസ്സിലാക്കിയ മാർക്ക് അവരോട് പറഞ്ഞു, ഓഹോ, അപ്പോ പ്രിപ്പയർഡ് ആണല്ലേ. ശരിക്കും പ്രിപ്പയർ ആയി അവര് കാത്തു നിൽക്കുകയായിരുന്നുവെന്ന് അവരുടെ ആ ഗ്ലൗസ് കണ്ടപ്പോൾ മാർക്കിന് ഉറപ്പായി. മാർക്കിന് അത് തോന്നിയതും മാർക്ക് പെട്ടെന്ന് ഷ്രിങ്കിങ് എർത്ത് ബൈ ആൻ ഇഞ്ച് എന്നുള്ള മാർക്കിന്റെ ആ ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഒരൊറ്റ ഓട്ടം. മാർക്ക് ആ ഗ്രൗണ്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തിയതാണ്. പക്ഷെ പെട്ടെന്നാണ് മാർക്കിന്റെ ആ ഓട്ടത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രകാശം ആ ഗ്രൗണ്ടിന് ചുറ്റുമായി ഉണ്ടായത്. അതോടൊപ്പം ഉറക്കെ ഒരു ശബ്ദവും കേട്ടു. ആൻസസ്റ്റർ ഗുവാൻ, ഓടി രക്ഷപ്പെടാനൊക്കെ താല്പര്യം ഉണ്ടാവും, പക്ഷേ നടക്കില്ല. മറ്റൊരു മൂലയിൽ നിന്നാണ് ഇപ്പോൾ ആ ശബ്ദം. മാർക്കിനെ വളഞ്ഞിരിക്കുന്ന 8 ആളുകളിൽ രണ്ടാമത്തെ ആളുടെ ആ ശബ്ദം കേട്ടതും മാർക്ക് ശരിക്കും അങ്ങ് നിന്നു പോവുകയാണ്. ആ നിമിഷത്തിൽ മാർക്ക് ഒരു കാഴ്ച കണ്ടു. മാർക്കിന്റെ തലയ്ക്ക് മുകളിലായി, ആ ഗ്രൗണ്ടിന് മുകളിലായി ഒരു വലിയ പാത്രം അങ്ങനെ നിൽക്കുകയാണ്. ആ പാത്രത്തിലുള്ള പ്രകാശമാണ് ആ ഗ്രൗണ്ടിനെ ഇപ്പൊ പൂർണ്ണമായി വിഴുങ്ങിയിരിക്കുന്നത്. 8 ബ്ലാക്ക് ഗോൾഡ് പവർ ഹൗസസുകളാണ് മാർക്കിനെ വളഞ്ഞിരിക്കുന്നത്. ആ പവർ ഹൗസുകളെ നേരിടുന്നത് ശരിയായ ഒരു തീരുമാനമല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് മാർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചത്. ആ സമയത്താണ് ആ ഗ്രൗണ്ട് പൂർണ്ണമായും ആ പ്രകാശം കൊണ്ട് നിയന്ത്രിക്കപ്പെട്ടത് മാർക്കിന് ശ്രദ്ധയപ്പെട്ടത്. വളരെ നേരത്തെ തന്നെ അവിടെ എത്തിയ ആ ബ്ലാക്ക് ഗോൾഡ് പവർ ഹൗസുകൾ അവിടെ ഒരു ഫോർമേഷൻ സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ ഫോർമേഷന്റെ കേന്ദ്ര ബിന്ദു ആ ഗ്രൗണ്ടിന് മുകളിൽ പൊങ്ങി നിൽക്കുന്ന ആ പ്രകാശ സോഴ്സാണ്, ആ ബൗളാണ്. ആ ബൗളിൽ നിന്നുള്ള പ്രകാശമാണ് ആ ഗ്രൗണ്ടിനെ അങ്ങനെ വിഴുങ്ങുന്നത്. ആ പ്രകാശ സോഴ്സ് അവിടെ അങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം തനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അക്കാര്യം മാർക്കിന് പൂർണ്ണ ബോധ്യമായി. ആ തോന്നലുണ്ടായതും മാർക്കിന്റെ കയ്യിലെ വാള് ഒന്ന് ഉയർത്തിപ്പിടിച്ചു. മാർക്കിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ബ്രോഡ് സോഡിന്റെ നിറം ഇപ്പോ രക്തത്തിന്റെ ചുവപ്പാണ്. മാർക്ക് ആ ഇമോർട്ടൽ സ്ലെയിങ് സെക്ഷൻ അകത്ത് വെച്ച് ആ വാളിൽ അവിടെയുള്ള കുറെ സാധനങ്ങൾ ചേർത്ത് ഒരു റീകൺസ്ട്രക്ഷൻ നടത്തിയപ്പോൾ ആ ബ്രോഡ് സോഡിന്റെ നിറം രക്തചുവപ്പായതാണ്. രക്തചുവപ്പിലുള്ള ആ സോഡിലേക്ക് മാർക്ക് ഫെല്ലർ അയാളുടെ ആ സ്പിരിച്വൽ എനർജി ചാനലൈസ് ചെയ്തു. ശക്തമായൊരു സോഡ് ലൈറ്റ് അതിൽ നിന്നുണ്ടായി. ചുവപ്പ് നിറത്തിലുള്ള ആ പ്രകാശം അതിശക്തമായി ആ വാളിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ കുതിച്ചതും മാർക്കിനെ വളഞ്ഞു നിൽക്കുന്ന ആ 8 ടീം അവരുടെ കൈയൊന്നുയർത്തി. അവരുടെ കൈ ഉയർത്തി അവരെന്തോ ചൊല്ലിയതും മാർക്കിന്റെ ആ വാളിൽ നിന്നുള്ള ചുവന്ന പ്രകാശം മുകളിലേക്ക് കുതിച്ചതും ഒരേ നിമിഷത്തിലാണ്. മാർക്കിന്റെ വാളിൽ നിന്നുള്ള ചുവന്ന പ്രകാശം മുകളിലേക്ക് കുതിക്കുന്ന സമയത്ത് മാർക്ക് ആ വാളുകൊണ്ട് അതിശക്തമായി ആഞ്ഞൊരൊറ്റ വെട്ട്. ശരിക്കും ആ സോഡ് ലൈറ്റ് കൊണ്ട് ആകാശത്ത് അങ്ങനെ തങ്ങി നിൽക്കുന്ന ആ പ്രകാശം മോഹിപ്പിക്കുന്ന ആ പാത്രത്തെ തകർക്കുക എന്നുള്ളതാണ് മാർക്കിന്റെ ടാർഗറ്റ്. മാർക്ക് ഇപ്പോൾ ഉപയോഗിച്ചത് 9 ഡിവൈൻ സ്ലാഷിംഗ് ടെക്നിക്കിലെ ടെക്നിക് നമ്പർ 1 ആണ്. മാർക്കിന്റെ ശരീരത്തിലെ സ്പിരിച്വൽ എനർജി കയ്യിലേക്ക് കൊണ്ടുവന്ന് കയ്യിൽ നിന്ന് വാളിലേക്ക് കടത്തി വാളിൽ നിന്ന് പ്രകാശ രൂപത്തിലേക്ക് മാറ്റി ആ പ്രകാശം ഉപയോഗിച്ച് ആ ബൗളിനെ തകർക്കുകയാണ് മാർക്ക് ചെയ്യുന്നത്. മാർക്കിന്റെ അതിശക്തമായ സോഡ് എനർജി ആ വാള് വഴി ആ പ്രകാശ സോഴ്സിലേക്ക് പാഞ്ഞു ചെന്നതും പെട്ടെന്ന് അമ്പരപ്പിക്കുന്ന ഒരു രംഗമുണ്ടായി. ആ പ്രകാശ സോഴ്സിന് തൊട്ട് താഴെയായി വൃത്താകൃതിയിൽ ഒരു പ്ലേറ്റ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. വെളുത്ത നിറത്തിലുള്ള ഒരു പ്ലേറ്റ്. വെളുത്ത നിറത്തിലുള്ള ആ പ്ലേറ്റ് അവിടെ പ്രത്യക്ഷപ്പെട്ടതും മാർക്കിന്റെ ആ സോഡ് ലൈറ്റ് അവിടെ എത്തിയതും ഒരേ നിമിഷത്തിലാണ്. മാർക്കിന്റെ ആ സോഡ് ലൈറ്റിന് മുന്നിലായി പ്രത്യക്ഷപ്പെട്ട ആ പ്ലേറ്റ് പെട്ടെന്നാണ് മാർക്കിന്റെ ആ സോഡ് ലൈറ്റ് അങ്ങ് വലിച്ചെടുത്തത്. മുകളിൽ തൂങ്ങി നിൽക്കുന്ന ആ പ്രകാശ സോഴ്സിനെ തകർക്കാൻ വേണ്ടി മാർക്ക് അയച്ച ആ സോഡ് ലൈറ്റ് ആ പ്ലേറ്റ് വലിച്ചിങ്ങെടുത്തു. സോഡ് ലൈറ്റിനെ അബ്സോർവ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു പ്ലേറ്റ് ആ 8 പേരും കൂടി സൃഷ്ടിച്ചിരിക്കുകയാണ്. ആക്ച്വലി ആ 8 പേരും ചേർന്ന് നേരത്തെ തന്നെ അവിടെ ഒരു പ്ലേറ്റ് സ്ഥാപിച്ചിരിക്കുകയാണ്. അതിനെ അവർ 8 പേരും ചേർന്ന് ആക്ടിവേഷൻ ചെയ്തതാണ്. കറുത്ത വസ്ത്രധാരിയായ മുഖമൂടി ഒരു സോഡ് വിദഗ്ധനാണെന്നുള്ള കാര്യം നേരത്തെ ആ ലേലം നടന്ന ഹാളിൽ നടന്ന
ആക്ഷൻ വഴി സകലർക്കും ബോധ്യമുള്ളതാണ്. ആ ആളെ തകർക്കാനായി സോഡ് ലൈറ്റ് ആഗിരണം ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു പ്ലേറ്റ് അവർ രംഗത്ത് അവതരിപ്പിച്ചതാണ്. മാർക്കിന് കഥ മനസ്സിലായി. പക്ഷെ അടുത്ത നിമിഷത്തിൽ മാർക്ക് ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. അതിൻ്റെ കാരണം ആ പ്ലേറ്റിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച ചുവപ്പ് നിറത്തുള്ള രശ്മികളാണ്. ആ പ്ലേറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന ചുവന്ന പ്രകാശരശ്മികൾ മാർക്ക് ഫെല്ലർക്ക് നേരെ അതിശക്തമായി പാഞ്ഞു വരുന്നതാണ് മാർക്ക് കണ്ടത്. മാർക്കിന്റെ വാളിൽ നിന്ന് മുകളിലേക്ക് പോയ അതേ രശ്മികളെ അബ്സോർബ് ചെയ്ത ആ പ്ലേറ്റ്, ആ രശ്മികൾ തിരിച്ചത് മാർക്കിന് നേരെ തന്നെ തൊടുക്കുന്നു. തനിക്ക് നേരെ ചുവപ്പ് നിറത്തിലുള്ള പ്രകാശം പാഞ്ഞു വരുന്ന കണ്ടതും മാർക്ക് പെട്ടെന്ന് മാർക്കിന്റെ വാളെടുത്ത് മുന്നിൽ പിടിച്ചു. ശരിക്കും വിലങ്ങനെ ആ വാളങ്ങനെ പിടിച്ചതും ആ വാളിൽ അതിശക്തമായ ആ പ്രകാശം വന്നിടിച്ചു. പ്രകാശം ആ വാളിലിടിച്ചതും മാർക്ക് ആ വാളിനൊപ്പം പുറകോട്ട് തെറിച്ചു. ഏകദേശം 8-10 അടി പുറകിലേക്ക് തെറിച്ചു വീണ മാർക്ക് ആ വാള് കുത്തി എണീക്കുമ്പോൾ മാർക്കിന്റെ മനസ്സിൽ പല സംശയങ്ങൾ ഉണ്ടാവുകയാണ്. മാർക്കിന്റെ സ്പിരിച്വൽ എനർജിയാണ് മാർക്ക് ആ സോഡിലൂടെ ആ സോഴ്സിനെ തകർക്കാനായി ഉപയോഗിച്ചത്. അതേ എനർജിയെ ആ പ്ലേറ്റ് അബ്സോർബ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ മാർക്കിന് സംശയമൊന്നുമില്ല. മാർക്കിനെ അമ്പരപ്പിച്ചത് മറ്റൊരു കാര്യമാണ്. അങ്ങനെ അബ്സോർബ് ചെയ്ത അതേ എനർജി തന്നെയാണോ ആ പ്ലേറ്റ് തിരിച്ച് മാർക്കിനെ അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിച്ചത്? മാർക്കിന് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ആ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി മാർക്ക് വീണ്ടും വാള് ആ സോഴ്സ് നേരെ ഒന്ന് ഉയർത്തിപ്പിടിച്ചു. വീണ്ടും ആ സോഴ്സ് നേരെ വാൾ ഉയർത്തിപ്പിടിച്ച മാർക്ക് ഫെല്ലർ തൻ്റെ ശരീരത്തിലെ എനർജിയെ കയ്യിലേക്കും വാളിലേക്കും കൊണ്ടുവന്നു. വീണ്ടും ആ വാളിന് അതിശക്തമായ ഒരു സോഡ് ലൈറ്റ് ഉണ്ടായി. ആ സോഡ് ലൈറ്റ് അതിശക്തമായി പ്രകാശിച്ചതും മാർക്ക് താഴെ നിന്ന് മുകളിലേക്ക് ചാടി ഒരൊറ്റ വിശ്. 9 സ്ലാഷിംഗ് ടെക്നിക് നമ്പർ 2. ശരിക്കും സെക്കൻഡ് ലെവൽ 9 സ്ലാഷിംഗ് ടെക്നിക്ക് മാർക്ക് ആക്ടിവേറ്റ് ചെയ്തതാണ്. ഡിവൈൻ സ്ലാഷിംഗ് ടെക്നിക്കാണ്. അതിശക്തമായ ആ വാൾ വീശൽ സ്വാഭാവികമായിട്ടും വൻ പ്രഷറോടുകൂടിയ ഒരു പ്രകാശം സൃഷ്ടിക്കുകയാണ്. മാർക്കിന്റെ ആ സോഡ് ലൈറ്റിന്റെ ലക്ഷ്യം ആ പ്ലേറ്റിന് മുകളിലുള്ള ആ സോഴ്സുമാണ്. അതിശക്തമായ മാർക്കിന്റെ ആ വാൾ വീശലിൽ ആ പ്രകാശം നേരെ ആ പ്ലേറ്റിൽ പതിച്ചു. ആ പ്ലേറ്റിനെയും സോഴ്സിനെയും ആഞ്ഞു വെട്ടിയ മാർക്ക് ഫെല്ലർ ആകാശത്ത് നിന്ന് താഴേക്ക് ലാൻഡ് ചെയ്യുന്നതിനിടയിൽ മാർക്ക് ആ കാഴ്ച വ്യക്തമായി കണ്ടു. മാർക്കിന്റെ ആ സോഡ് ലൈറ്റ് പൂർണ്ണമായും ആ പ്ലേറ്റ് അങ്ങ് വിഴുങ്ങി. ആ പ്ലേറ്റിന് ഒരു കുലുക്കവും ഇല്ല. മാർക്കിന്റെ സോഡ് ലൈറ്റിനെ നിർവീര്യമാക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു ഫോർമേഷൻ അവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ യാഥാർത്ഥ്യം മാർക്ക് താഴെ ലാൻഡ് ചെയ്യുമ്പോൾ മാർക്കിന്റെ മനസ്സിലുണ്ട്. ആ നിമിഷം തന്നെ മാർക്ക് മറ്റൊരു കാഴ്ച കൂടി കണ്ടു. ആ പ്ലേറ്റിൽ നിന്ന് അതിശക്തമായ റെഡ് ലൈറ്റ് ഇതാ മാർക്കിനെതിരെ പാഞ്ഞു വരികയാണ്. മാർക്ക് പെട്ടെന്ന് ആ വാളെടുത്ത് മാർക്കിനെ തടസ്സപ്പെടുത്തി അങ്ങനെ പിടിച്ചു. ആ നിമിഷത്തിൽ അതിശക്തമായ പ്രകാശം ആ വാളിൽ വന്നിടിക്കുകയും മാർക്കും വാളും കൂടി ഒത്തിരി ദൂരേക്ക് പുറകോട്ട് തെറിക്കുകയും ചെയ്തു. ആ ഗ്രൗണ്ടിന്റെ ഒരു എൻഡിൽ മാർക്ക് വന്ന് വീണു. ഈ സമയത്ത് മാർക്കിന്റെ വായിന്ന് രക്തം പുറത്തേക്ക് തെറിക്കുകയും ചെയ്തു. താഴെ വീണ മാർക്കിന്റെ ഉള്ള് എവിടെയൊക്കെയോ മുറിഞ്ഞിട്ടുണ്ട്. ശരിക്കും മാർക്കിന്റെ ബോഡിയിൽ പലയിടത്തും മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. അതിശക്തമായ എനർജിയാണ് ഈ പ്രാവശ്യം മാർക്ക് ആ സോഡിലൂടെ കൊടുത്തത്. അത്രയും ശക്തി തിരിച്ച് മാർക്കിന്റെ പുറത്തുനിന്ന് പതിച്ചിരിക്കുകയാണ്. തെറിച്ച് വീണ മാർക്കിന് ഇപ്പോൾ ആ കാര്യം ഉറപ്പാണ്. തൻ്റെ സോഡ് ടെക്നിക്ക് ഇവിടെ ചെലവാകില്ല. കറുത്ത വേഷം ധരിച്ചിരിക്കുന്ന മാർക്കിന്റെ ഐഡന്റിറ്റി പുറത്ത് അറിയാതിരിക്കാൻ വേണ്ടിയുള്ള ടെക്നിക്കുകളാണ് ഉപയോഗിക്കുന്നത്. സോഡ് ഉപയോഗിക്കാൻ പറ്റാത്ത ശൈലിയിൽ താനിതാ പെട്ടിരിക്കുന്നു. തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു കുരുക്കിലാണ് താൻ പെട്ടിരിക്കുന്നത്. അക്കാര്യം മാർക്കിന് തോന്നുമ്പോൾ മാർക്ക് തെറിച്ച് വീണതിന് അടുത്തുള്ള ബ്ലാക്ക് ഗോൾഡ് ധാരി പെട്ടെന്ന് അയാളുടെ കൈ ആക്ടിവേറ്റ് ചെയ്തു. മാർക്ക് വീണ സ്ഥലത്ത് നിന്ന് എണീക്കുമ്പോഴേക്കും അയാളുടെ കയ്യിൽ ഒരു പ്രകാശം വന്നു കഴിഞ്ഞു. അതിശക്തമായ പ്രകാശം അയാൾ പെട്ടെന്നാണ് മാർക്ക് നേരെ ചലിപ്പിച്ചത്. മാർക്കിന് നേരെ അതിശക്തമായി അയാൾ ആ പ്രകാശം ചലിപ്പിച്ചപ്പോൾ അയാളുടെ ടാർഗറ്റ് മാർക്കിന്റെ നെറ്റിലെ ഗ്ലാബല്ലയാണ്. മാർക്കിന്റെ ഡിവൈൻ സെൻസ് തകർക്കുക എന്നുള്ളതാണ് അയാളുടെ ടാർഗറ്റ്. ആൻസിസ്റ്റർ ഗുവാൻ എന്ന് അയാൾ വിചാരിക്കുന്ന
മാർക്ക് ഫെല്ലറുടെ ഡിവൈൻ സെൻസ് തകർത്ത് കഴിഞ്ഞാൽ പിന്നെ ആൻസസ് ഗുവാനെ തീർക്കാൻ അധികം സമയമൊന്നും അവർക്ക് വേണ്ട. ബ്ലാക്ക് ഗോൾഡ് വേഷധാരികളെ എല്ലാവരും മാർക്കസ് ലെവൽ 4 അതിനു മുകളിലോ ഉള്ളവരാണ്. 4th ലെവൽ ആ മാർക്കസുകാരൻ അതിശക്തമായി ആ പ്രകാശം മാർക്കിന്റെ നെറ്റിയിലേക്ക് പതിപ്പിച്ചതും മാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഡിഫൻസ് മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്തു. സെയിൻറ്റ്ലി ബോഡി ടെക്നിക്. ആ ആക്ഷനിടയിൽ തന്റെ ഐഡന്റിറ്റി ആരെങ്കിലും തിരിച്ചറിയുന്നു ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല വിഷയം. തൽക്കാലം ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് വിഷയം. മാർക്ക് പെട്ടെന്ന് ആ സെയിൻറ്റ്ലി ബോഡി ടെക്നിക് ആക്ടിവേറ്റ് ചെയ്തതും മാർക്കിന്റെ പുറത്ത് ഒരു സുവർണ പ്രകാശ വലയം ഉണ്ടായി. ആ സുവർണ പ്രകാശ വലയത്തിലാണ് ആ ബ്ലാക്ക് ഗോൾഡ് ധാരിയുടെ പ്രകാശം വന്ന് ഇടിച്ചത്. ശരിക്കും ഇരുമ്പിൽ ഒരു ഇരുമ്പ് കയറി ഇടിക്കുന്ന പോലെ ഒരു ചിണുങ്ങൽ ശബ്ദം പെട്ടെന്ന് കേട്ടു. ആ ബ്ലാക്ക് ഗോൾഡ് ധാരിയുടെ പ്രകാശ സോഴ്സ് ആ ഡിഫൻസിൽ തട്ടി ചിതറി. മാർക്ക് ഫെല്ലറുടെ ആ ഡിഫൻസിൽ തട്ടി ആ പ്രകാശം ചിതറുമ്പോൾ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെ റെപ്രസെന്റ് ചെയ്ത് അവിടെ വന്ന ആ ബ്ലാക്ക് ഗോൾഡ് വസ്ത്രധാരികൾ അമ്പരപ്പോടെ മാർക്ക് ഫെല്ലറെ തന്നെ നോക്കുകയാണ്. ഇത് ആ മരിച്ചുപോയ മാർക്കിന്റെ അതേ ടെക്നിക്കാണല്ലോ. പൈറയിൽ ഒരേ ഒരാൾക്കാണ് ഫൈറ്റ് ചെയ്യുമ്പോൾ സുവർണ പ്രകാശം ശരീരത്തിന് പുറത്ത് പ്രകടിപ്പിക്കാൻ കഴിയുന്നത്. അത് മാർക്ക് ഫെല്ലർക്കാണ്. വേറെ ആരും ആ ശൈലിയിൽ ദേഹത്തിന് ചുറ്റും സുവർണ പ്രകാശം സൃഷ്ടിക്കുന്നത് ആരും കണ്ടിട്ടില്ല. ഇവന് ഇനി മാർക്ക് ഫെല്ലറുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? മറ്റൊരാള് ആദ്യത്തെ ആളോട് ആ ചോദ്യം ചോദിക്കുമ്പോൾ മാർക്ക് ഫെല്ലറെ അറ്റാക്ക് ചെയ്ത ആളും ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. സെയിൻറ്റ്ലി ബോഡി ടെക്നിക് കൊണ്ടുള്ള ആ പ്രതിരോധം അയാളെയും ഒന്ന് അമ്പരപ്പിച്ചു. പക്ഷെ ആ ഒരു നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ ഷ്രിങ്ങിങ് എർത്ത് ബൈ ആൻ ഇഞ്ച് എന്നുള്ള മാർക്കിന്റെ ആ മാന്ത്രിക ആക്ടിവേറ്റ് ചെയ്ത് അയാളുടെ തൊട്ട് അടുത്തെത്തിയിരുന്നു. അമ്പരപ്പിൽ നിന്ന് അയാൾ മാറും മുമ്പ് മാർക്ക് ഫെല്ലർ ഒരൊറ്റ ഇടി. ശരിക്കും മാർക്കിന്റെ കൈ കൊണ്ട് അയാൾ ഇടിച്ചത്. ഒരു തരത്തിലുമുള്ള ഇന്റേണൽ എനർജി ഉപയോഗിക്കാതെ മാർക്ക് സ്വന്തം കൈക്കരുത്ത് കൊണ്ട് ഒരൊറ്റ ഇടി. തന്റെ അറ്റാക്ക് പരാജയപ്പെട്ടതിൽ അമ്പരന്ന് പോയ ആ ബ്ലാക്ക് ഗോൾഡ് ധാരി ബോധത്തിലേക്ക് മടങ്ങി വരുന്നതിനിടയിൽ മാർക്ക് ഫെല്ലറുടെ കൈ അയാളുടെ പുറത്ത് പതിച്ചു കഴിഞ്ഞു. ഇടിയേറ്റ് അയാൾ തെറിച്ചു വീണ അയാളുടെ അടുത്തേക്ക് ഓടിയെത്തിയ മാർക്ക് വീണ്ടും അയാൾ ഇടിക്കുകയാണ്. ഇടിയെന്ന് പറഞ്ഞാൽ പറ ഇടിയാണ്. അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ മാർക്കിന്റെ കൈ അനവധി തവണ അയാളുടെ പുറത്ത് പതിച്ചു കഴിഞ്ഞു. ഇടിയേറ്റ് അയാൾ ഏതാണ്ട് ചമ്മന്തി പരുവും പോലെയായി. ഈ സംഭവം ബാക്കി 7 പേരും കാണുന്നുണ്ട്. ഒരു നിമിഷം അവരൊക്കെ ശരിക്കും ഞെട്ടിയെന്ന് പറയാം. അവരാരും ഈ സോഡ്മാൻ കൈക്കരുത്ത് കൊണ്ട് അവരെ ആക്രമിക്കുമെന്ന് കരുതിയിട്ടില്ല എന്ന് വ്യക്തം. അവർ പരസ്പരം പറയുകയും ചെയ്തു, ഇവൻ സോഡ് ടെക്നിക്കിൽ മിടുക്കനാണെന്നല്ലേ പറഞ്ഞത്, ഇവനിപ്പോ കൈകൊണ്ട് ഇടിക്കുകയാണല്ലോ. അതും ആ മാർക്ക് ഫെല്ലറെ പോലെ ശരിക്കും ശക്തമായിട്ട്. അങ്ങനെ ഒരാൾ പറഞ്ഞതും മറ്റൊരാൾ ഉറക്കെ പറഞ്ഞു, അതൊക്കെ ഇവിടെ അവൻ അറ്റാക്ക് ചെയ്യും. കേൾക്കേണ്ട താമസം ആ 7 പേരും പെട്ടെന്ന് മാർക്ക് ഫെല്ലർക്ക് നേരെ തിരിഞ്ഞു. മാർക്ക് ഫെല്ലർ ഈ സമയത്തും ആ 8അവനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറുടെ ഇരു കൈകളും അവന്റെ പുറത്ത് അതിവേഗം വീണുകൊണ്ടിരിക്കുമ്പോഴാണ് ബാലൻസ് ഉള്ള 7 പേരും ചെന്ന് മാർക്കിനെ അറ്റാക്ക് ചെയ്യുന്നത്. വിവിധ ശൈലിയുള്ള മാന്ത്രിക സ്പെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ മാർക്ക് ഫെല്ലറെ നേരിട്ടത്. ചിലരുടെ കയ്യിൽ നിന്ന് മാർക്ക് ഫെല്ലർക്ക് നേരെ വിവിധ ശൈലിയിലുള്ള മാന്ത്രിക സ്പെല്ലുകളാണ് ആ 7 പേര് ഉപയോഗിച്ചത്. ചിലരുടെ കൈ ഉയർത്തിയപ്പോൾ ഒരു കാറ്റാണ് സൃഷ്ടിക്കപ്പെട്ടത്. ചിലരുടെ കയ്യിൽ നിന്ന് പ്രകാശരശ്മികളാണ്. ചിലരുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് വന്ന പ്രകാശമാണെങ്കിലും ആ പ്രകാശം മാർക്ക് ഫെല്ലറുടെ ബോഡിയെ സ്പർശിച്ചപ്പോൾ മാർക്കിന്റെ ബോഡിയിൽ മുറിവുകൾ വീഴുകയാണ്. മാർക്ക് ഫെല്ലറുടെ ബോഡിയിൽ തലങ്ങും വിലങ്ങും മുറിവുകൾ വീഴുകയാണ്. മാർക്ക് അവരിൽ നിന്ന് രക്ഷപ്പെടാനായി ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മാർക്ക് എത്ര ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടും ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. മാർക്ക് എണീറ്റ് നിന്നു. മാർക്കിന്റെ ആ കറുത്ത വസ്ത്രം ഏതാണ്ട് കീറി പറഞ്ഞിട്ടുണ്ട്. മാർക്കിനെ അറ്റാക്ക് ചെയ്യുന്ന ആളുകളുടെ കയ്യിലേക്ക് മാർക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. അവരുടെയൊക്കെ കയ്യിൽ സുവർണ വരകളുള്ള കറുത്ത ഗ്ലൗസുകളാണ് ഉള്ളത്. ആ കറുത്ത ഗ്ലൗസുകളാണ് അവരുടെയൊക്കെ ആക്രമണത്തിന്റെ കുന്തമുന. ആ കറുത്ത ഗ്ലൗസുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രകാശത്തിന് ശരിക്കും കറുപ്പും അതുപോലെ സുവർണ നിറവുമുണ്ട്. സുവർണ നിറത്തിനകത്ത് ചെറിയ കറുപ്പ്, ഒരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു അറ്റാക്കാണ് അവർ നടത്തുന്നത്. ആ അറ്റാക്കിന്റെ കേന്ദ്ര ബിന്ദു ആ ബ്ലാക്ക് ഗോൾഡ് എന്നുള്ള വസ്തുവാണ്. അവരുടെ ആ ഗ്ലൗസിൽ
അതിൻ്റെ എന്തോ സമ്മിശ്രമുണ്ട്. ആ ബ്ലാക്ക് ഗോൾഡാണ് യഥാർത്ഥത്തിൽ മാർക്ക് ഫെല്ലറുടെ പുറത്ത് വരകൾ വീഴ്ത്തിയത്. മാർക്ക് ഫെല്ലറുടെ ആ വസ്ത്രം കീറി പറഞ്ഞതും അങ്ങനെയാണ്. ദേഹം കീറി പറഞ്ഞെങ്കിലും മാർക്കിന്റെ മാസ്ക് അതുപോലെ തന്നെ നിൽപ്പുണ്ട്. അതിശക്തമായ അറ്റാക്കിലും ആ മുഖമൂടിധാരിയുടെ ദേഹത്ത് കാര്യമായ പരിക്ക് ഏറ്റിട്ടില്ല എന്നുള്ള കാര്യം ആ 7 ടീമിന് പെട്ടെന്ന് മനസ്സിലായി. അവർ പരസ്പരം പറയുകയാണ്, ഇവനും മരിച്ചുപോയ ആ മാർക്ക് ഫെല്ലറെ പോലെ ശക്തനാണല്ലോ. മുഖമൂടിധാരി ആൻസർ ഗുവാനാണെന്നുള്ള ഒരു സംഭാഷണം പൊതുവെ മാർഷൽ ആർട്സ് ഫോറത്തിലുണ്ട്. പക്ഷെ അത് ആൻസർ ഗുവാനാണെന്നുള്ള കാര്യം ആരും ഉറപ്പിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലവിലുണ്ട്. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, മാർക്ക് ഫെല്ലറെ പോലെ ശക്തമായ ബോഡിയുള്ള ആരോ ആണ് ആ മുഖമൂടി ധാരി. ആ 7 ടീമിന് ഇപ്പോൾ ഏകദേശം അക്കാര്യം ഉറപ്പാണ്. അവരങ്ങനെ സംസാരിച്ചതും മാർക്ക് ഷ്രിങ്കിങ് എർത്ത് ബൈ ആൻ ഇഞ്ച് എന്നുള്ള മാർക്കിന്റെ ആ മാന്ത്രിക പരിപാടി ആക്ടിവേഷൻ ചെയ്ത് മാർക്കിന്റെ ഏറ്റവും അടുത്തുണ്ടായിരുന്ന ഒരു ബ്ലാക്ക് ഗോൾഡ് വസ്ത്രധാരിയുടെ അടുത്തെത്തി. എന്താണ് സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലാക്കും മുമ്പ് മാർക്ക് അവനൊരു ഒറ്റ ഇടി. അവന്റെ വയറ്റിലേക്കാണ് മാർക്ക് ആഞ്ഞിടിച്ചത്. അതിശക്തമായ ആ ഇടിയിൽ അവന്റെ വയറിങ്ങ് ഉള്ളിലോട്ട് കുഴിഞ്ഞു. അത്ര ബലത്തിലാണ് മാർക്കിന്റെ ഇടി. ശരിക്കും ആ ഇടിയേറ്റ് അവന്റെ വയറങ്ങ് കുഴിഞ്ഞതും മാർക്ക് ഫെല്ലർ കുനിഞ്ഞുപോയ അവന്റെ 2 കൈയും പുറകോട്ട് വലിച്ചൊരു ഒറ്റ ഒടിപ്പ്. ശരിക്കും ആ വ്യക്തിയുടെ എതിർ ദിശയിലേക്കാണ് മാർക്ക് ആ കൈ പിടിച്ച് വലിച്ചത്. ആ നിമിഷത്തിൽ അവന്റെ നട്ടല് പൊട്ടുന്ന ശബ്ദം ബാക്കി 6 ആളുകളും കേട്ടു. ഞെട്ടിപ്പിക്കുന്ന ഒരു രംഗം. അലറിക്കരയുന്ന ആ ബ്ലാക്ക് ഗോൾഡ് ധാരിയുടെ കരച്ചിൽ അവിടെ അങ്ങനെ മുഴങ്ങുമ്പോഴേക്കും മാർക്ക് ഫെല്ലർ അവിടെ നിന്ന് അടുത്തടുത്തേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞു. ശരിക്കും ബാക്കിയുള്ള 6 ആളുകളും വാ പൊളിച്ച് നിൽക്കുമ്പോഴേക്കും മാർക്ക് ആ കൂട്ടത്തിൽ ഒരാളുടെ അടുത്തെത്തി. അവൻ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകും മുമ്പ് അവന്റെ മൂക്ക് തകർത്തുകൊണ്ട് മാർക്കിന്റെ കൈ അവൻ മൂക്കിൽ പതിച്ചു കഴിഞ്ഞു. ആ ഇടി കറക്റ്റ് ആ മൂക്ക് തകർത്തു എന്ന് തന്നെ പറയാം. മൂക്കിനൊപ്പം അവന്റെ ആ വായും ആ ഭാഗമൊക്കെ ഏതാണ്ട് തകർന്ന് തരിപ്പണമായി. ഒരു ഭീകരമായ രംഗം. മുഖം തകർന്ന് അവന്റെ വായിക്കൂടെ രക്തം കുടുകൂട ഒലിക്കുകയാണ്. ആ സമയത്ത് തന്നെ മാർക്കിന്റെ ഇടത് കൈ അവന്റെ വാരിയിൽ ലക്ഷ്യമാക്കി പതിക്കുകയും ചെയ്തു. ഇടിയേറ്റ് അവൻ താഴെ വീണു. ഇതൊക്കെ അതിവേഗതയിലാണ് സംഭവിച്ചത്. ഈ കാഴ്ച കണ്ടതും ബാക്കി 5 പേരും പെട്ടെന്ന് പുറകോട്ട് മാറി. അവരെ പുറകോട്ട് മാറാനുള്ള കാരണം ആ ചെറുപ്പക്കാരന്റെ കൈക്കരുത്താണ്. അവന്റെ കൈയുടെ അടുത്ത് ചെന്ന് പെട്ടാൽ തങ്ങൾ തീരുമെന്നുള്ള കാര്യം ആ 5 പേർക്കും ഇപ്പൊ പൂർണ്ണ ബോധ്യമുണ്ട്. അവരോടൊപ്പം ഉണ്ടായിരുന്ന 3 മാർക്വിസ്റ്റുകൾ ലെവൽ 4കാരാണ്. ആ ലെവൽ 4കാരായ 3 മാർക്വിസ്റ്റുകളെ നിഷ്പ്രയാസമാണ് ആ മുഖംമൂടി ഇടിച്ച് താഴെയിട്ടത്. അവന്റെ കൈയുടെ അടുത്ത് ചെന്ന് പെടാതിരിക്കാനുള്ള ഒരു കരുതലാണ് ഇനി വേണ്ടത്. ആ ബോധ്യമുണ്ടായപ്പോഴാണ് ആ 5 ടീം പുറകോട്ട് മാറിയത്. പുറകോട്ട് മാറുന്നതിനിടയിൽ അവർ ഒരു സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്തു. ആ സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്തതും അതിശക്തമായ പ്രകാശം അവരുടെ ഓരോരുത്തരുടെയും 2 കൈകൾക്കും ഇടയിൽ ഉണ്ടാവുകയാണ്. ശരിക്കും പ്രകാശ ഗോളങ്ങൾ ആ 5 പേരുടെയും കയ്യിലുണ്ട്. പെട്ടെന്നാണ് ആ 5 ടീം ആ പ്രകാശഗോളത്തെ അതിശക്തമായി മാർക്കിന് നേരെ എറിഞ്ഞത്. അതിശക്തമായ ഒരു പ്രകാശ ബീമായി ആ 5 ഗോളങ്ങളും മാറുകയും ആ പ്രകാശ ബീം മാർക്ക് ഫെല്ലർക്ക് നേരെ പാഞ്ഞു വരികയും ചെയ്തു. ആ പ്രകാശ ബീം മാർക്ക് ഫെല്ലർക്ക് നേരെ പാഞ്ഞു ചെല്ലുമ്പോൾ അതിലൊരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എഹേ, ഞങ്ങൾ ജിങ്ദു മാർഷൽ അസോസിയേഷന്റെ ശക്തി നിനക്ക് തിരിച്ചറിയാൻ ഇതാ ഒരു അവസരം. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ 5 ഗോളങ്ങളെയും പ്രകാശ ബീമാക്കി മാറ്റുന്നത്. ആ പ്രകാശ ബീം മാർക്ക് നേരെ പാഞ്ഞു വരികയാണ്. ആ കാഴ്ച കണ്ട മാർക്ക് അതിശക്തമായ ഒരു ഒറ്റ പഞ്ച് ആ പ്രകാശത്തിലേക്ക് കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ മാർക്കിന് നേരെ പാഞ്ഞു വന്ന ആ പ്രകാശത്തിൽ മാർക്ക് ആഞ്ഞിടിച്ചതും ആ പ്രകാശം മാർക്ക് ചുറ്റും ചിതറുകയാണ്. അതേ സമയത്ത് തറയിൽ നിന്ന് മണ്ണ് ചിതറുന്ന ശബ്ദവും കേൾക്കാം. ശരിക്കും ആ മേഖലയിൽ ആയിരക്കണക്കിന് അമട്ടുകൾ ഒന്നിച്ച് പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രകാശമാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം മണ്ണൊക്കെ ചിതറിത്തെറിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും ഒരു പിടിയില്ല. അല്പസമയം കഴിഞ്ഞതും അവർ ആ കാഴ്ച കണ്ടു. ആ മുഖംമൂടിധാരി അവിടെ തന്നെ ഉണ്ട്. ആ മുഖംമൂടിധാരി അവരുടെ ആ സംയുക്ത അറ്റാക്കിനെ ഇതാ അതിജീവിച്ചിരിക്കുന്നു. പക്ഷേ ആ മുഖംമൂടിധാരിയുടെ ദേഹത്ത് രക്തം ഒഴുകുന്നുണ്ട്. അവന് ഇനി അധിക നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ പെട്ടെന്ന് അവന്മാർക്കുണ്ടായി. അവരുടൻ കൈ ഒന്ന് അനക്കിയതും
ആകാശത്ത് അതുവരെ പ്രകാശം താഴേക്ക് കൊടുത്തുകൊണ്ട് നിന്നിരുന്ന ആ സ്വർണ്ണ ബൗൾ ഒരു വൻ ശബ്ദത്തോടെ താഴേക്ക് വന്നു. മാർക്ക് ഫെല്ലർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ അത് ഒരു ബെല്ല് രൂപത്തിൽ മാർക്കിനെ പൂർണ്ണമായി അങ്ങ് വിഴുങ്ങി. മാർക്ക് ഇപ്പോൾ ഒരു വലിയ ഗ്ലാസിനകത്ത് നിൽക്കുകയാണ്. ആ കാഴ്ച കണ്ടതും ആ അഞ്ചുകെട്ടിയും പരസ്പരം പറഞ്ഞു, ഇവൻ വലിയ ശക്തൻ തന്നെ. പക്ഷേ നമ്മൾ ജിങ്ദു മാർഷൽ അസോസിയേഷനോടാണ് ഇവൻ എതിരിട്ടത്. ഏയ് മുഖമൂടി, നീ ആൻസസ് ഗുവാനോ മാർക്ക് ഫെല്ലറുടെ ആരോ എന്തോ ആയിക്കോട്ടെ, അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. നീ അവസാനിച്ചതാ, നിന്നെ ഞങ്ങൾ തീർക്കാൻ പോവുകയാണ്. ഇത് പറയുമ്പോഴും ആ അഞ്ചംഗ ആളുകളും കിതയ്ക്കുന്നുണ്ട്. നേരത്തെ അവരുടെ ശക്തി പൂർണ്ണമായും അവരെടുത്തിട്ടാണ് ആ പ്രകാശഗോളങ്ങൾ സൃഷ്ടിച്ചത്. ആ പ്രകാശഗോളങ്ങൾ ഉപയോഗിച്ച് അവർ സൃഷ്ടിച്ച ആ ബീം അതിശക്തമായി ആ മുഖമൂടിയെ ആക്രമിച്ചതാണ്. പക്ഷെ ആ മുഖമൂടിയുടെ പഞ്ചിൽ ആ പ്രകാശം ചിതറിത്തെറിക്കുകയായിരുന്നു. ആ പ്രകാശം യഥാർത്ഥത്തിൽ അവരുടെ ഇന്റേണൽ എനർജിയാണ്. ആ ഇന്റേണൽ എനർജിയാണ് ഒറ്റയിടിക്ക് തകർക്കപ്പെട്ടത്. സ്വാഭാവികമായിട്ടും അവർ 5 പേരുടെയും ബോഡിയിൽ അതിൻ്റെതായ പ്രത്യാഘാതമുണ്ടായി. ആ 5 പേരുടെയും വായിലൂടെ രക്തം ഒലിക്കുന്നുണ്ട്. അവരുടെ ഇന്റേണൽ ഓർഗൻസ് പലതും തകർന്നിരിക്കുകയാണ്. അതിശക്തമായ ഒരു റിവേഴ്സ് പഞ്ചാണ് അവർക്ക് അനുഭവപ്പെട്ടത്. മാർക്ക് ഫെല്ലറുടെ അതിശക്തമായ പഞ്ച് അവരുടെ പ്രകാശത്തെ തകർത്തുകൊണ്ട് അവരുടെയൊക്കെ പുറത്ത് പതിച്ചു എന്നർത്ഥം. ആ ധാരണ ഉറച്ചതുകൊണ്ടാണ് അവരവരുടെ തുറുപ്പിച്ചിട്ട് രംഗത്തിറക്കിയത്. ആ ഗോൾഡൻ ബൗള് അവർ ആക്ടിവേറ്റ് ചെയ്ത് മാർക്കിന് ചുറ്റുമായി ഇപ്പോൾ ഇത് ഉറപ്പിച്ചിരിക്കുകയാണ്. ആ ഗോൾഡൻ ബൗള് തറയിലങ്ങ് ഉറച്ചു. ഗോൾഡൻ ബൗളിനകത്ത് പെട്ട മാർക്ക് പെട്ടെന്ന് അറിയാതെ പുഞ്ചിരിച്ചു പോവുകയാണ്. മാർക്കിൻ്റെ ആ വാളിന് പ്രവർത്തിക്കാൻ പറ്റാതായത് ആകാശത്ത് അവര് കേന്ദ്രീകരിച്ച ആ പ്ലേറ്റ് മുഖാന്തരമാണ്. ആ പ്ലേറ്റിന്റെ ആകർഷണം ഇപ്പോ ഈ ബൗളിനകത്തില്ല. അങ്ങനെ ഒരു തോന്നൽ മാർക്കിനുണ്ടായതും മാർക്കിന്റെ വാൾ വലിച്ചെടുത്തു. മാർക്കിന്റെ ശരീരത്തിലെ അവസാനത്തുള്ളി രക്തവും ഊർജ്ജമാക്കി മാറ്റുന്ന ആ പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. മാർക്കിന്റെ ശരീരത്തിലെ ഇന്റേണൽ എനർജി പൂർണ്ണമായും കയ്യിൽ നിന്ന് വാളിലേക്കും കൊണ്ടുവന്നു. ആ നിമിഷത്തിൽ ആ ബൗളിനകത്ത് ഒരു ചുവപ്പ് പ്രകാശം ഉണ്ടാവുകയാണ്. അതിശക്തമായ ഒരു ചുവന്ന പ്രകാശം ആ ബൗളിനകം അങ്ങ് നിറഞ്ഞതും പുറത്തുണ്ടായിരുന്ന ആ 5 പേരുടെയും കണ്ണങ്ങ് മഞ്ഞിപ്പോവുകയാണ്. എന്താണ് സംഭവം നമുക്കൊരു പിടിയില്ല. ആ നിമിഷത്തിൽ ആ ബൗളിനകത്തുനിന്ന് മുകളിലേക്ക് ചാടി ഉയർന്ന മാർക്ക് ഫെല്ലർ ആ ബൗളിൽ ആഞ്ഞൊരൊറ്റ വെട്ട് 9 സ്ലാഷിംഗ് ടെക്നിക്കിലെ ലെവൽ 3 ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് മാർക്ക് ആ ബൗളിൽ ആഞ്ഞു വെട്ടിയത്. മാർക്കിന്റെ ആ വെട്ട് ആ ബൗളിൽ പതിക്കുമ്പോൾ ഒരു വല്ലാത്ത ശബ്ദം പുറത്ത് കേൾക്കുന്നുണ്ട്. ശരിക്കും ഒരു ഞെട്ടൽ ആ 5 ടീമിനുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുമ്പോൾ ആ ബൗള് 2 കഷ്ണമായി അടർന്നു വീണു. ഈ ഭൂമിയിൽ ഒരാൾക്കും ഭേദിക്കാൻ കഴിയില്ല എന്ന് അവർ കരുതിയിരുന്ന ആ ബൗൾ 2ആയി മുറിച്ചുകൊണ്ട് ആ മുഖമൂടി ഇതാ പുറത്തെത്തിയിരിക്കുന്നു. ആ നിമിഷത്തിൽ ആ 5 പേരുടെയും ശരീരത്തിലുണ്ടായിരുന്ന പ്രകാശം പെട്ടെന്ന് അപ്രത്യക്ഷമായി. അവരാകെ ഭയന്നുപോയി. ആ നിമിഷത്തിൽ ആകാശത്തിലുണ്ടായിരുന്ന ആ പ്ലേറ്റിന്റെ പ്രകാശവും ഒന്ന് മങ്ങി. ആ പ്ലേറ്റിനെയും ആ 5 ടീമിനെയും ഒന്ന് നോക്കിയിട്ട് മാർക്ക് ഫെല്ലർ ഷ്രിങ്കിങ് എർത്ത് ബൈ ആൻ ഇഞ്ച് എന്നുള്ള മാർക്കിന്റെ ആ മാന്ത്രിക സ്പെൽ ആക്ടിവേറ്റ് ചെയ്ത് നിമിഷം നേരം കൊണ്ട് ആ ഗ്രൗണ്ടിൽ നിന്ന് പുറത്ത് കടന്ന് ഗേറ്റ് വഴി പുറത്തേക്ക് പാഞ്ഞു പോവുകയാണ്. ആ മുഖംമൂടി ഒരു മായ പോലെ മാഞ്ഞു പോകുന്നത് തറയിൽ കിടക്കുന്ന ആ 3 പേരും നിൽക്കുന്ന 5 പേരും കണ്ടു. 5 പേരും നിശ്ചലരായി നിൽക്കുകയാണ്. ശരിക്കും സ്റ്റാച്ചു പോലെ നിൽക്കുകയാണ് ആ 5 പേരും. ആ ബൗൾ തകർത്ത മനുഷ്യന് അവരെ കൊല്ലാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് അവന്മാർക്കറിയാം. ഭാഗ്യത്തിന് അവരെ കൊല്ലാതെ ആ രൂപം കടന്നു പോവുകയായിരുന്നു. ആ മുഖമൂടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അവരുമായി പങ്കുവെച്ച ഷിയ ഹാങ്റെ അവരൊരു വാൾപയറ്റ് വിദഗ്ധരാണെന്ന് മാത്രമാണ് അവരോട് പറഞ്ഞിരുന്നത്. ആ മുഖമൂടിധാരി ഇതിനു മുമ്പ് ഗുവാൻ ബ്രദേഴ്സിനെ കൊന്നപ്പോഴും പൊട്ടൻഷ്യലായുള്ള 9 ആളുകളെ കൊന്നപ്പോഴും ലേല ഹാളിൽ വന്ന് അവിടെയുള്ള 2 ബ്ലാക്ക് ഗോൾഡ് വസ്ത്രധാരികളെ കൊന്നപ്പോഴും എല്ലാവരും കണ്ടത് അയാളുടെ വാൾപയറ്റിലുള്ള കരുത്താണ്. പക്ഷെ ഇപ്പോ അയാൾക്ക് അതിനും അപ്പുറത്ത് കരുത്തുണ്ടെന്ന് യാഥാർത്ഥ്യം അവർക്കിത് ബോധ്യമായിരിക്കുന്നു.
അവൻ്റെ സമീപത്തെങ്ങാനും ചെന്നുപെട്ടാൽ, അവൻ്റെ കൈ അവർക്ക് മേൽ പതിച്ചാൽ ആ നിമിഷം അവർ കൊല്ലപ്പെടും. ആ യാഥാർത്ഥ്യമാണ് അവന്മാരിപ്പോൾ മനസ്സിലാക്കിയത്. അവിടെ നിന്ന് പുറത്തേക്ക് ഷ്രിങ്കിങ് എർത്ത് ബൈ ആൻ ഇഞ്ച് എന്നുള്ള ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്ത് രക്ഷപ്പെട്ട മാർക്കും ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. മാർക്ക് ഓരോ തവണ ആ വാള് വീശുമ്പോഴും മാർക്കിന്റെ ബോഡിയിലെ ഊർജം വൻതോതിൽ നഷ്ടമാവുകയാണ്. ഊർജത്തെ പ്രകാശമാക്കി മാറ്റുന്ന ആ പ്രക്രിയ മാർക്കിന്റെ ശരിക്കും ശക്തി കുറയ്ക്കും. അതുപോലെ തന്നെയാണ് ഷ്രിങ്കിങ് എർത്ത് ബൈ ആൻ ഇഞ്ച് എന്ന പ്രക്രിയയും. മാർക്കിന്റെ ശരീരത്തിലെ ഇൻഹേലർ എനർജിയെ കാലിനടിയിൽ റോക്കറ്റ് പോലെ കത്തിച്ചാണ് മാർക്ക് യഥാർത്ഥത്തിൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റു പോയിന്റിലേക്ക് പാഞ്ഞു ചെല്ലുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു റോക്കറ്റ് പോലെ ആ ഊർജം പ്രവർത്തിക്കുകയാണ്. ആ സമയത്ത് മാർക്കിന്റെ ബോഡിയിൽ ഊർജം അങ്ങ് കുറയും. അതുകൊണ്ട് അധിക നേരം മാർക്കിന് ഷ്രിങ്കിങ് എർത്ത് ബൈ ആൻ ഇഞ്ച് എന്നുള്ള ആ പ്രക്രിയ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. മാർക്കിന് ഇപ്പോൾ ഒരു സംശയമുണ്ട്. മാർക്ക് ഫെല്ലർ ആണ് അവിടെ എത്തിയെന്നുള്ള കാര്യം അവന്മാർ തിരിച്ചറിഞ്ഞോ ഇല്ലയോ? അതാണ് മാർക്കിനെ അലട്ടുന്ന ചോദ്യം. അതേസമയത്ത് മാർക്കിന്റെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ട്. മാർക്ക് ഫെല്ലർ മാർക്കസ് ലെവൽ 4 ആയതിനു ശേഷം ആദ്യമായിട്ടാണ് സ്വന്തം കൈക്കരുത്ത് എങ്ങനെ എന്ന് തിരിച്ചറിയുന്നത്. മാർക്ക് സ്വന്തം കൈകൊണ്ട് 3 മാർക്കസ് ലെവൽ 4 ലെവലുള്ള ആളുകളെയാണ് ഇടിച്ചിട്ടത്. മാർക്കിന്റെ ഒറ്റ ഇടിയിൽ ഒരുത്തന്റെ മൂക്ക് തെറിക്കുന്നത് മാർക്ക് നേരിൽ കണ്ടതാണ്. മൂക്കിനൊപ്പം അവന്റെ എൻ്റർ വായു അങ്ങനെ അടർന്നു പോയിരുന്നു. അതുപോലെയാണ് ആ രണ്ടാമത്തെ ആളുടെ പുറത്തുള്ള മാർക്കിന്റെ ഇടിയും. ഒറ്റ ഇടിയിൽ അവന്റെ വയറ് ഏതാണ്ട് പകുതിയായതാണ്, വളഞ്ഞു പോയതാണ്. അവന്റെ കൈ ഒടിച്ചതും നട്ടനൊടിച്ചതും ഒക്കെ മാർക്ക് സ്വന്തം കൈക്കരുത്ത് ഉപയോഗിച്ചാണ്. ആദ്യത്തെ ആളെ മാർക്ക് തലങ്ങ് വിലങ്ങ് ഇടിക്കുമ്പോൾ അവനൊരു പേസ്റ്റായി മാറിയത്. മാർക്കിന്റെ കൈക്ക് അൺബിലീവബിളായ കരുത്ത് വന്നിരിക്കുകയാണ്. മാർക്കസ് ലെവൽ 4 ഒരാളുടെ കരുത്ത് ശരിക്കും വളരെ കൂടുതലാണ്. മാർക്കസ് ലെവൽ 4 ഒരാളുടെ കരുത്ത് ഇപ്പോൾ ഇതാ മാർക്കിനുണ്ട്. ആ ചിന്തയോടുകൂടി മാർക്ക് അതിവേഗം മാർക്കിന്റെ റൂമിലേക്ക് പായപ്പോൾ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിൽ തൻ്റെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ് സാക്ഷാൽ ഷിയ ഹാങ്റെ. ഷിയ ഹാങ് അക്ഷരാർത്ഥത്തിൽ ഒരു റിസ്ക് എടുത്തിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറെ കൊലപ്പെടുത്താനായി 8 ബ്ലാക്ക് ഗോൾഡ് വസ്ത്രധാരികളെയാണ് അയാൾ രംഗത്തിറക്കിയിരിക്കുന്നത്. അവർക്ക് മാർക്കിനെ അവസാനിപ്പിക്കാൻ പറ്റിയോ ഇല്ലയോ? അതാണ് അയാൾക്ക് അറിയേണ്ടത്. അതിരാവിലെയാണ് അയാൾ അവരെ ആ അക്കാഡമിയിൽ എത്തിച്ചത്. ഇപ്പോൾ സന്ധ്യയായി. ഇതുവരെയായിട്ടും ഒരു ഇൻഫർമേഷനും അയാൾക്ക് കിട്ടിയിട്ടില്ല. അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അയാളുടെ മുറിയിലേക്ക് ആ 8 ടീമിൽ പെട്ട ചില ആളുകൾ കയറി വന്നത്. അവരെ കണ്ടതും ഷിയ ഹാങ് അവരോട് ചോദിച്ചു, ഏയ് ആ മുഹമ്മദിയെ കൊന്നോ? ഷിയ ഹാങ്ങിന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ അവർ ഷിയ ഹാങ്ങിനോട് ചോദിച്ചു, പ്രസിഡന്റ് എവിടെ? ഏയ് ചോദിച്ചാൽ മറുപടി പറയാം. ചോദിച്ചതായിട്ടില്ലേ പ്രസിഡന്റ് എവിടെയെന്ന്? തിരിച്ചവന്മാർ ദേഷ്യത്തോടെ ആ ചോദ്യം ചോദിച്ചതും ഷിയ ഹാങ്റെ അവരോട് പറഞ്ഞു, പ്രസിഡന്റ് മുറിയിലുണ്ട്. കേൾക്കേണ്ട താമസം അവന്മാർ ഷിയ ഹാങ്ങിന്റെ മുറിയിൽ നിന്നിറങ്ങി നേരെ പ്രസിഡന്റ് മുറിയിലേക്ക് അതിവേഗം നടക്കുകയാണ്. ഷിയ ഹാങ്ങും അവരുടെ പുറകെ നടന്നു തുടങ്ങി. ഷിയ ഹാങ്റെ വൈസ് പ്രസിഡന്റ് ആണെങ്കിലും ഷിയ ഹാങ്റെക്ക് അവന്മാരുടെ മേൽ ഒരു നിയന്ത്രണവുമില്ല. അതാണ് സത്യം. ഷിയ ഹാങ്റെ ഒരു മിഡിൽമെൻ മാത്രമാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനും അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾക്കിടയിലുള്ള മിഡിൽമെൻ. അയാളെ അതുകൊണ്ട് തന്നെ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിലെ ശക്തരായ മാർഷൽ ആർട്ടിസ്റ്റുകൾ മൈൻഡ് ചെയ്യാറേയില്ല. ഷിയ ഹാങ് ഇപ്പോൾ ഒരു മാർക്സിസ്റ്റാണ്. പക്ഷെ അയാളെക്കാൾ 4 ലെവൽ മുകളിൽ നിൽക്കുന്ന ആളുകളാണ് അയാൾക്കൊപ്പം നടക്കുന്നത്. അതുകൊണ്ടാണ് അവന്മാർ ഷിയ ഹാങ്ങിനെ വിലവെക്കാത്തത്. ആ ടീം നടന്ന് പ്രസിഡന്റ് ക്യൂഷിന്റെ മുറിയിലെത്തി. ക്യൂഷിന്റെ മുറിയിലേക്ക് കടന്ന ആ ബ്ലാക്ക് ഗോൾഡുധാരികൾ പ്രസിഡന്റ് ക്യൂഷിനോട് പറഞ്ഞു, പ്രസിഡന്റ് അവൻ രക്ഷപ്പെട്ടു. നിങ്ങൾ എന്താ പറഞ്ഞാൽ അവൻ രക്ഷപ്പെടുന്നോ? ശരിക്കും അമ്പരപ്പോടെയാണ് പ്രസിഡന്റ് ക്യൂഷിൻ ആ ചോദ്യം ചോദിച്ചത്. അതെ പ്രസിഡന്റ്, അവൻ രക്ഷപ്പെട്ടു. നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾ 8 പേരുണ്ടായിട്ടും അവർ പിടിക്കാൻ പറ്റില്ലെന്നോ? അവരെങ്ങനെ രക്ഷപ്പെട്ടു? പ്രസിഡന്റ് ക്യൂഷൻ, അവൻ വെറും ഒരു സോർട്ട് മാസ്റ്റർ അല്ല, അവൻ ശരിക്കും പവർഫുള്ളാണ്. അവൻ ആ മരിച്ചുപോയ മാർക്ക് ഫെല്ലറിലെ അവരെ പോലെ ശക്തമായ ബോഡി ഉള്ളവനാണ്. മാർക്ക് ഫെല്ലറെ പോലെ ശക്തമായ ബോഡിയോ? നിങ്ങൾ എന്തായി പറയുന്നത്? അതെ പ്രസിഡന്റ്, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അവനും മാർക്ക് ഫെല്ലറെ പോലെ ഒരു സുവർണ്ണ നിറത്തുള്ള ബോഡി കവറിംഗ് ഉണ്ട്. ഞങ്ങൾ അവരെ അറ്റാക്ക് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ കണ്ടതാണ്.
അതുമാത്രമല്ല അവന്റെ കൈക്ക് വല്ലാത്ത കരുത്ത്. മാർക്ക് ഫെല്ലറെ പോലല്ല, മാർക്ക് ഫെല്ലറേക്കാൾ 4 മടങ്ങ് കരുത്തവന് കൂടുതലാണ്. മാർക്ക് ഫെല്ലറെ കുറിച്ചുള്ള അവരുടെ അറിവ് വളരെ പരിമിതമാണ്. മാർക്ക് ഫെല്ലറെ അവരൊക്കെ അവസാനം കാണുമ്പോൾ മാർക്ക് ഫെല്ലർ മാർക്വിസ് ആണ്. ഇവരൊക്കെ മാർക്വിസ് ലെവൽ 4th ലെവലുകാരാണ്. 4th ലെവലായ അവരെ നിഷ്പ്രയാസം തോൽപ്പിക്കുന്ന ഒരാളാണ് ഇന്ന് അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ മുഖമൂടി. മാർക്ക് ഫെല്ലർ ലെവൽ 1 ആണ്. 4th ലെവലുകാരനെ പരാജയപ്പെടുന്ന ആള് സ്വാഭാവികമായും അവർക്ക് മുകളിലുള്ള ഏതോ ലെവലിലുള്ള ആളാണ്. അതുകൊണ്ടാണ് അവർ പ്രസിഡന്റിനോട് അങ്ങനെ പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് സാക്ഷാൽ ഷിയ ഹാങ്റെ. ഷിയ ഹാങ്റെ വല്ലാതെ ടെൻഷനിലാണ്. മാർക്ക് ഫെല്ലർ കൊല്ലപ്പെട്ടിട്ടില്ല. അയാളോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാർക്ക് ഫെല്ലർ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വല്ലാതെ പ്രശ്നമുണ്ടാക്കുന്ന കാര്യമാണ്. പ്രസിഡന്റ് ക്യൂ ഷിനോട് ആ ബ്ലാക്ക് റോബ് വേഷധാരികൾ നടന്ന സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഷിയ ഹാങ്റെ നിശബ്ദനായി അത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അയാളുടെ ഹൃദയം പടപട മിടിക്കുകയാണ്. ഷിയ ഹാങ്റെ എടുത്തത് ശരിക്കും ഒരു വലിയ റിസ്ക് ആണ്. മാർക്ക് ഫെല്ലറെ അയാളിതാ പിണക്കിയിരിക്കുകയാണ്. അന്ന് ഏകദേശം ഒരു രാത്രി 8 മണി കഴിഞ്ഞപ്പോഴാണ് ഷിയ ഹാങ്റെ അയാളുടെ വീട്ടിൽ മടങ്ങിയെത്തുന്നത്. വീട്ടിനകത്തേക്ക് കടക്കുമ്പോൾ തന്നെ അയാൾക്ക് രക്തത്തിന്റെ ഒരു ഗന്ധം അനുഭവപ്പെട്ടു. ആ നിമിഷത്തിൽ അറിയാതെ ഷിയ ഹാങ്ങിന്റെ കണ്ണുകൾ ഹാളിലെ സെറ്റിയിലേക്ക് വന്നു. അവിടെ സാക്ഷാൽ മാർക്ക് ഫെല്ലർ ഉണ്ട്. മാർക്ക് ഫെല്ലറെ കണ്ടതും ഒരു ഭയം ഷിയ ഹാങ്ങിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പടർന്നു കയറുകയാണ്. ആ നിമിഷത്തിലാണ് ആ രക്തത്തിന്റെ ഗന്ധം കൂടുതൽ രൂക്ഷമായി അയാൾക്ക് അനുഭവപ്പെട്ടത്. അയാൾ അമ്പരപ്പോടെ മാർക്കിനോട് ചോദിച്ചു, മാർക്ക് നീ എന്താ ചെയ്തത്? എന്റെ മോൾ എന്താ ചെയ്തത്? അങ്ങനെ ചോദിച്ചുകൊണ്ട് ഷിയ ഹാങ് ഓടി അയാളുടെ മകളുടെ മുറിയിലെത്തി. അയാൾ ആ മുറിയുടെ വാതിൽ വലിച്ചു തുറക്കുമ്പോൾ അകത്തുനിന്ന് ഒരു കൊച്ചു പെൺകുട്ടി ഓടി പുറത്തേക്ക് വന്നു. അച്ഛാ എത്തിയല്ലേ? അങ്ങനെ ചോദിച്ചുകൊണ്ട് ഓടി വന്ന ആ പെൺകുട്ടിയെ ഓടി പുറത്തേക്ക് വന്ന ആ പെൺകുട്ടിയുടെ മുഖത്ത് ഒന്ന് തൊട്ടു നോക്കിയാണ് ഷിയ ഹാങ്. ഷിയ അവളുടെ ഇടതുവശത്തും വലതുവശത്തും ഒക്കെ നോക്കിയാണ്, ചുറ്റും നോക്കി. ഒരു കുഴപ്പമില്ല മോളെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അച്ഛാ എനിക്കൊരു കുഴപ്പമില്ല. അച്ഛാ എപ്പോ എത്തിയ? ആ ചോദ്യം ആ കൊച്ചു പെൺകുട്ടി ചോദിച്ചതും ഷിയ അവളോട് പറഞ്ഞു, മോളെ നീ അകത്ത് പോ, ഞാൻ പിന്നീട് നിന്നെ വിളിക്കാം. ഓക്കെ അച്ഛാ. ശരിക്കും ചുറുചുറുക്കുള്ള മിടുക്കിയായ ആ കൊച്ചു പെൺകുട്ടി തലകുലുക്കിക്കൊണ്ട് അവളുടെ മുറിയിലേക്കും കയറി. ഷിയ ആ വാതിലങ്ങ് അടച്ചു. വാതിലടച്ചിട്ട് ഹാളിലേക്ക് വരുന്ന ഷിയ ഹാങ്റെയോട് മാർക്ക് പറഞ്ഞു, ഞാൻ നിന്നെപ്പോലെ മോശക്കാരനല്ല എന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഷിയ ഹാങ്റെയ്ക്ക് എന്തു പറയണമെന്നറിയാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയാണ്. പെട്ടെന്ന് ചാടി എണീറ്റ് മാർക്ക് കൈ നിവർത്തി ഒരൊറ്റ അടിയേറ്റ് ഷിയ ഹാങ്റെ കറങ്ങി താഴെ വീണു. താഴെ വീണ ഷിയ ഹാങ്റെയുടെ വയറ്റിൽ കാല് നിവർത്തി ഒരൊറ്റ ചവിട്ടൂടെ മാർക്കം കൊടുത്തു. ചവിട്ടേറ്റ ഷിയ ഹാങ്റെ ആ ഹാളിലൂടെ നിരങ്ങി ഒരു കസേര അടുത്ത് വന്ന് ചാരി നിന്നു. ചവിട്ടേറ്റ ഷിയ ഹാങ് ഹാളിലൂടെ കുറെ ദൂരം നിരങ്ങിയാണ് ശിവരിൽ ഇടിച്ചു നിന്നത്. ഷിയ തിരിച്ച് പ്രതികരിക്കുന്നതേയില്ല. മാർക്ക് തന്നെ കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ഇപ്പോൾ ഷിയ ഹാങ്ങിനുള്ളത്. ഷിയ ഹാങ്ങിന്റെ അടുത്തേക്ക് കുനിഞ്ഞ മാർക്ക് ഷിയെ കോളർ തൂക്കിയെടുത്തു. ഒരൊറ്റ ഇടിക്ക് ഷിയെ കൊല്ലാനുള്ള ദേഷ്യം മാർക്കിനുണ്ട്. ഏയ് ഷിയ, നീ എന്തിനാ എന്നെ ചതിച്ചത്? മാർക്ക്, എനിക്ക് നിന്നെക്കാൾ വിശ്വാസം ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെയാണ്. ആ മറുപടിയിലെല്ലാം ഉണ്ട്. മാർക്ക് ഫെല്ലറെ വിശ്വസിക്കുന്നതിനേക്കാൾ നല്ലത് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെ വിശ്വസിക്കുന്നതാണ്. അക്കാര്യം ഷിയ ഹാങ്റെ വ്യക്തമാക്കിയതും മാർക്ക് ഷിയെ ആ കസേരയിലേക്ക് ഇരുത്തി. ഓഹോ, അതാണോ നിന്റെ വിശ്വാസം? ശരി ഷിയ, എങ്കിൽ നമുക്ക് തമ്മിൽ ഒരു ബെറ്റ് വയ്ക്കാം. ബെറ്റോ? എന്ത് ബെറ്റ്? ഷിയ ഹാങ്റെ ആ ചോദ്യം ചോദിച്ചതും മാർക്ക് ഷിയോട് പറഞ്ഞു, ഷിയ, നീ ജിങ്ദു മാർഷൽ അസോസിയേഷനിൽ ചെന്നിട്ട് നമുക്കിടയിലുണ്ടായ എല്ലാ കാര്യങ്ങളും അവിടെ ഒന്ന് പറ. അവർ നീ പറയുന്നത് വിശ്വസിക്കുകയാണെങ്കിൽ ഇനി ഒരിക്കലും ഞാൻ നിന്നെ കാണാൻ പറ്റില്ല. ഞാൻ കാരണം നിനക്കോ നിന്റെ മകൾക്കോ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. പക്ഷേ അവർ നിന്നെ വിശ്വസിച്ചില്ല എങ്കിൽ തുടർന്ന് നീ ഞാൻ പറയുന്ന കേൾക്കണം. സമ്മതിച്ചു? ഹേയ് മാർക്ക്, മാർക്ക്, നീ പറഞ്ഞത് സത്യമാണോ? ഷിയ, ഞാൻ എന്തിന് നിന്നോട് കള്ളം പറയണം? അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് കൂടുതലൊന്നും പറയാതെ പെട്ടെന്ന് തന്നെ മുറിക്ക് പുറത്തേക്ക് പോയി. മാർക്ക് മടങ്ങിയെത്തിയത് മാർക്കിന്റെ മുറിയിലാണ്. മാർക്കിന്റെ മുറിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഷിയ ഹാങ്ങിനെ കൂടി കണ്ടിട്ട് പോകാമെന്ന് മാർക്ക് കരുതിയത്.
അതുകൊണ്ടാണ് മാർക്ക് അക്കാഡമിയിൽ നിന്ന് നേരെ ഷീയുടെ വീട്ടിലെത്തിയത്. മുറിയിലേക്ക് മടങ്ങിയെത്തിയ മാർക്ക് ശരിക്കും ധ്യാനത്തിലേക്ക് അതിവേഗം കടന്നു. മാർക്കിന്റെ ബോഡിയിൽ നിന്ന് ഒത്തിരിയേറെ സ്പിരിച്വൽ എനർജിയാണ് അന്നത്തെ ദിവസത്തെ ആ ഫൈറ്റിൽ നഷ്ടമായിരിക്കുന്നത്. അതുമാത്രമല്ല, മാർക്കിന്റെ ബോഡിയിൽ അവിടെ ഇവിടെയൊക്കെ പരിക്കുകളുമുണ്ട്. അതൊക്കെ ഒന്ന് ഭേദമായി വരാൻ അല്പം സമയമെടുക്കും. മാർക്ക് ഇപ്പോ ഒരു കൺഫ്യൂഷനിലാണ്. തന്നെ നേരിട്ട ആളുകൾ താൻ മാർക്കാണെന്ന് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് മാർക്കിന്റെ മനസ്സിലെ കൺഫ്യൂഷൻ. മാർക്ക് ആ കൺഫ്യൂഷനോട് തന്നെ പതുക്കെ കൾട്ടിവേറ്റ് ചെയ്ത് തുടങ്ങിയാണ്. മാർക്കിന്റെ കയ്യിൽ ഇപ്പോ ഇന്നർ കോറുകളുമുണ്ട്. അതുപോലെ തന്നെ മാർക്കിന്റെ കയ്യിൽ ആ ശവപ്പെട്ടിക്കകത്ത് ബ്ലാക്ക് എനർജിയുമുണ്ട്. ഇത് രണ്ടും ഉപയോഗിച്ചാൽ മാർക്കിന്റെ ബോഡിയിലേക്ക് മാർക്കിന് ആവശ്യത്തിന് ഊർജം കയറ്റാൻ പറ്റും. അങ്ങനെ കയറുന്ന ബ്രൈറ്റ് എനർജിയും ഡാർക്ക് എനർജിയും സംയോജിപ്പിക്കാൻ മാർക്കിന് മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്കുമുണ്ട്. മാർക്ക് ആ ആക്ടിവിറ്റിയിൽ സജീവമായിരിക്കുന്ന സമയത്ത് മാർഷൽ ആർട്സ് ഫോറത്തിനകത്ത് ശരിക്കും ഒരു ഹോട്ട് സബ്ജക്റ്റ് ചർച്ചയ്ക്ക് എത്തിയിരിക്കുകയാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനുമായി കഴിഞ്ഞ 3 തവണ ഫൈറ്റ് ചെയ്തത് ആൻസിസ്റ്റർ ഗോവാൻ ആയിരിക്കും എന്നുള്ള ശൈലിയിൽ ഒരുപാട് കമന്റുകൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇന്ന് മാർഷൽ ആർട്സ് അക്കാഡമിക്ക് മുന്നിൽ ഉണ്ടായ ഫൈറ്റിൽ പങ്കെടുത്ത വ്യക്തിക്ക് മാർക്കിന്റെ അതേ സ്വഭാവ സവിശേഷതകളാണ് ഉള്ളത്. പക്ഷെ മാർക്കിനേക്കാൾ വളരെ ശക്തി കൂടുതലാണ്. മാർക്കിന്റെ ആ ബോഡിക്ക് ചുറ്റും ഉണ്ടാകുന്നത് പോലെ സുവർണ പ്രകാശം ഉണ്ടാകുന്ന അയാളുടെ കൈക്ക് വല്ലാത്തൊരു കരുത്താണ്. അതിനെക്കുറിച്ചാണ് ധാരാളം കമന്റുകൾ വരുന്നത്. കമന്റുകളുടെ ഒരു ഒഴുക്ക് തന്നെ ആ ഫോറത്തിനകത്തുണ്ട്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെ മുൾമുനയിൽ നിർത്തിയ ആ വ്യക്തി മാർക്ക് ഫെല്ലറുമായി ബന്ധപ്പെട്ട ആളാണെന്ന് മാർഷൽ ആർട്സ് ഫോറത്തിനകത്ത് ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ പ്രസിഡന്റ് ക്യൂ ഷിനിന്റെ ആ മുറിക്ക് മുന്നിൽ സാക്ഷാൽ ജിനിയാവോ ബ്ലാക്ക് എത്തി. ജിനിയാവോ അവിടേക്ക് കടന്നു വരുമ്പോൾ അയാൾ ആ എലൈറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഗോൾഡുകാരെ കാണുകയും ചെയ്തു. എല്ലാവരും ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ടാണ് ജിനിയാവോ കടന്നു വരുന്നത്. എന്തു പറ്റി എഗ് മാസ്റ്റർ, ഇന്ന് ഒരു ഫൈറ്റ് ഉണ്ടായി. മറുപടി പറഞ്ഞത് സാക്ഷാൽ പ്രസിഡന്റ് ക്യൂ ഷിനാണ്. ക്യൂ ഷിനൻ ജിനിയാവോ ബ്ലാക്കിനോട് വളരെ ബഹുമാനപൂർവ്വമാണ് സംസാരിക്കുന്നത്. അത് കേട്ടതും ജിനിയാവോ പ്രസിഡന്റ് ക്യൂ ഷിനോട് ചോദിച്ചു, ആരുമായിട്ടാണ് ഫൈറ്റ് ചെയ്ത്? എന്ത് ഫൈറ്റാ? എവിടെ വെച്ചാണ്? ജിനിയാവോ, ഇന്ന് ആ കറുത്ത വസ്ത്രധാരിയെ പിടിക്കാൻ ഞങ്ങളൊരു ശ്രമം നടത്തി. ഞങ്ങൾ 8 ബ്ലാക്ക് ഗോൾഡ് ആളുകളെ അയാൾ പിടിക്കാനായി വിട്ടിരുന്നു. അയാളും നമ്മുടെ ബ്ലാക്ക് ഗോൾഡുകാരും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായി. എന്നിട്ട് അയാളെ പിടിച്ചില്ലേ? ജിനേവോ അതല്ലേ പറയുന്നത്. അയാൾ ആ 8 പേരും പരാജയപ്പെടുത്തി. ശരിക്കും ഇപ്പോ ഞെട്ടിയത് ജിനിയാവോയാണ്. 8 ബ്ലാക്ക് ഗോൾഡുകാരെ പരാജയപ്പെടുത്തുകയോ? അതെങ്ങനെ സംഭവിക്കും? ജിനേവോ, ഈ 8 പേരും മിനിമം 4th ലെവൽ മാർക്കസെങ്കിലുമാണ്. ആ 8 പേരെ അയാൾ പരാജയപ്പെടുത്തിയത് സത്യത്തിൽ എന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രസന്റ് അയാളപ്പോ അത് ശക്തനായിരിക്കുമല്ലോ. അതേ ജിനിയാവോ, അയാൾക്ക് മാർക്കിന്റെ അതേ ശൈലിയാണ്. മാർക്കിന്റെ ശൈലിയോ? അതെ, മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും ഉണ്ടാകുന്ന ആ സുവർണ പ്രകാശം അയാളുടെ ബോഡിക്ക് ചുറ്റുമുണ്ട്. അതുപോലെ അയാൾക്ക് ആ കൈക്കരുത്തുമുണ്ട്. പക്ഷെ മാർക്കിനെ പോലെ അല്ല അയാൾ. മാർക്കിനേക്കാൾ ഒരുപാട് ശക്തി കൂടുതലാണ് അയാൾക്ക്. എനിക്ക് തോന്നുന്നത് അയാൾ മാർക്കിന്റെ മെന്റർ ആയിരിക്കും എന്നാണ്. പ്രസിഡന്റ് ക്യൂ ഷിനൻ പറഞ്ഞ വാക്കുകൾ സശ്രദ്ധം കേട്ട ജിനിയാവോ പ്രസിഡന്റ് ക്യൂ ഷിനോട് പറഞ്ഞു, ശരിയാ, അതിന് സാധ്യതയുണ്ട്. മാർക്ക് ഫെല്ലർ യഥാർത്ഥത്തിൽ ഒരു ജീനിയസ് ആയിരുന്നു. 1 കൊല്ലം കൊണ്ടല്ലേ അവൻ മാർക്കസായി വളർന്നത്. അവനെപ്പോലെ ഒരാളെ വളർത്തിയെടുക്കാൻ കപ്പാസിറ്റിയുള്ള, പരിശീലിപ്പിക്കാൻ കപ്പാസിറ്റിയുള്ള ആള് അവൻ്റെ മെന്റർ ആരായാലും അയാളിപ്പം മെടുക്കാൻ തന്നെയാണ്. 8 ബ്ലാക്ക് ഗോൾഡ് റോപ്സ് അണിഞ്ഞ നമ്മുടെ സേനാനികളെ പരാജയപ്പെടുത്താൻ ഞാൻ വിചാരിച്ച പോലും പറ്റില്ല. യങ് മാസ്റ്റർ ബ്ലാക്ക് ആണ് യഥാർത്ഥത്തിൽ പൈറോയിലെ ജൂനിയറിലെ നമ്പർ 1. അയാൾ വിചാരിച്ച പോലും നടക്കാത്തൊരു കാര്യമാണ് ഇപ്പൊ ആ മുഖമൂടിധാരിയായ മാർക്കിനെ മെന്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കിന്റെ മെന്റർ മറ്റാരെക്കാളും ശക്തനാണെന്നുള്ള കാര്യത്തിൽ ജിനിയാവോയ്ക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ജിനിയാവോ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞതും പ്രസിഡന്റ് ക്യൂ ഷിന്റെ സെക്രട്ടറി പ്രസിഡന്റിനോട് പറഞ്ഞു, പ്രസിഡന്റ്, എനിക്ക് അയാളെ പിടികൂടാൻ ഒരു ഐഡിയ ഉണ്ട്. ഐഡിയോ? എന്ത് ഐഡിയ? നീ പറ. പ്രസിഡന്റ്, ഞാൻ പഠിച്ചിടത്തോളം ഒരു കാര്യം എനിക്ക് വ്യക്തമാണ്. അയാളും എമിലി ബ്ലാക്കും തമ്മിൽ ബന്ധമുണ്ട്. എമിലി ബ്ലാക്കിന്റെ രക്തം ഉപയോഗിക്കുന്ന ആളുകളെയാണ് അയാൾ ടാർഗറ്റ് ചെയ്യുന്നത്.
എമിലി ബ്ലാക്കിന്റെ രക്തം ഉപയോഗിച്ച് കൂടുതൽ ആളുകളെ പരിശീലിപ്പിക്കാനായിട്ട് നമ്മളൊരു അക്കാഡമി തുടങ്ങുന്ന കാര്യം സൂചിപ്പിച്ചപ്പോൾ അവിടെയും അയാൾ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നു. അതുകൊണ്ട് അയാളെ പിടികൂടാൻ എമിലി ബ്ലാക്കിനെ തന്നെ ഉപയോഗിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ക്യൂഷന് ആ സെക്രട്ടറി പറയുന്നതിനകത്ത് എന്തോ ഒരു കാര്യമുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചോദിച്ചത്. പ്രസിഡന്റ്, നമുക്ക് ഒരു അനൗൺസ്മെന്റ് നടത്താം. പബ്ലിക്കായിട്ട് എമിലി ബ്ലാക്കിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നുവെന്ന് നമുക്കൊരു അനൗൺസ്മെന്റ് നടത്താം. ഉറപ്പായിട്ടും അയാൾ എമിലി രക്ഷിക്കാനായി ഓടി വരും. നമ്മളുടെ കെണിയിലേക്കായിരിക്കും അയാൾ ഓടിയെത്തുക. അവിടെ ഇട്ട് നമുക്ക് അയാളെ തീർക്കാം. അടിപൊളി ഒരു ആശയമാണ് ആ സെക്രട്ടറി പ്രസിഡന്റിനോട് പറഞ്ഞത്. പ്രസിഡന്റ് അല്പനേരം ഒന്ന് ആലോചിച്ചിട്ട് സെക്രട്ടറിയോട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ അതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. എമിലി ബ്ലാക്ക് കുടുംബത്തിലെ മൂത്ത പെൺകുട്ടിയാണ്. അവളെ പരസ്യമായി വധിക്കാൻ നമ്മൾ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ വിഷയമാണ്. ബ്ലാക്ക് കുടുംബത്തിന് അതൊരിക്കലും അംഗീകരിക്കാനാവില്ല. ഷാൻഹായി അടങ്ങിയിരിക്കത്തില്ല. പ്രസിഡന്റ്, അങ്ങ് എന്തിനാ ഈ ഷാൻഹായി ഇങ്ങനെ ഭയക്കുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഷാൻഹായിയെ നമ്മൾ ഭയക്കണമെന്ന്? ഷാൻഹായിയോട് എപ്പോഴും ഒരു വിധേയത്വം ഈ പ്രസിഡന്റ് ക്യൂഷനുണ്ട്. അത് ഈ സെക്രട്ടറിക്ക് അങ്ങോട്ട് പിടിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഷാൻഹായിയുടെ കാര്യങ്ങൾ പറയുമ്പോഴൊക്കെയും അയാൾ എതിർപ്പുമായി രംഗത്ത് വരികയും ചെയ്യും. ചെറുപ്പക്കാരനായ സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങളിൽ കാമ്പുണ്ടെന്ന് പ്രസിഡന്റ് ക്യൂഷന് അറിയാം. ക്യൂഷൻ അങ്ങനെ പറഞ്ഞപ്പോൾ സെക്രട്ടറി ക്യൂഷനോട് പറഞ്ഞു, പ്രസിഡന്റ്, ഞാൻ നോക്കിയിട്ട് വേറെ മാർഗമൊന്നും അയാളെ തളയ്ക്കാൻ വേണ്ടി കാണുന്നില്ല. നമ്മുടെ മുന്നിൽ ടൈം വളരെ കുറവാണ്. സെക്രട്ടറിക്കും പ്രസിഡന്റിനും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ ഹയറപ്സ് അവര് പ്രസിഡന്റ് ക്യൂഷന് വ്യക്തമായ ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ആ കറുത്ത വസ്ത്രധാരിയെ തളയ്ക്കണം, അയാളെ കൊല്ലണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പ്രസിഡന്റിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന് ഒരു അൾട്ടിമാറ്റം തന്നെ ഗ്രാനി ക്യുനിൻ വഴി ഹയറപ്സ് പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട്. ഗ്രാനി ക്യുനിൻ പ്രസിഡന്റിനോട് അല്പം അടുപ്പം കാണിക്കുന്ന കക്ഷിയാണ്. പക്ഷെ അവർ ഹയറപ്സിന് വേണ്ടി സംസാരിക്കുന്ന ആളുമാണ്. തൻ്റെ പ്രസിഡന്റ് കസേര നഷ്ടമാകുന്ന ഒരു സ്റ്റേജിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അക്കാര്യം പ്രസിഡന്റ് ക്യൂഷന് അറിയാം. അതുകൊണ്ട് കൂടിയാണ് ഷിയാഹാങ് ആവശ്യപ്പെട്ടപ്പോൾ 8 ബ്ലാക്ക് ഗോൾഡ് ധാരികളെ രംഗത്തിറക്കാൻ ക്യൂഷനിൻ തയ്യാറായത്. ഷിയാഹാങ് ആവശ്യപ്പെട്ടത് കൊണ്ട് ക്യൂഷൻ സമ്മതിച്ചാണെന്നാണ്. ശരിക്കും ക്യൂഷനുള്ള പ്രഷറാണ് അയാളെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ക്യൂഷനിൻ സെക്രട്ടറിയോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ ചെയ്യാം, ഞാൻ ഷാൻഹായിയെ ഒന്ന് കാണാം, ഷാൻഹായി കണ്ട് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കാം. ഷാൻഹായി എതിർത്താൽ കാര്യം നടക്കില്ല. അക്കാര്യത്തിൽ ക്യൂഷന് സംശയമൊന്നുമില്ല. ബ്ലാക്ക് കുടുംബത്തിലെ ഏറ്റവും മൂത്ത പെൺകുട്ടിയാണ് എമിലി ബ്ലാക്കിനെ പരസ്യമായിട്ട് അങ്ങനെ കൊല്ലാനായി ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന് വിട്ടുകൊടുത്തു എന്ന് ആരെങ്കിലും അറിഞ്ഞാൽ ബ്ലാക്ക് കുടുംബം അതോടുകൂടി ശരിക്കും പ്രശ്നത്തിലാവും. അതുമാത്രമല്ല, അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം വരികയും ചെയ്യും. അക്കാര്യം ക്യൂഷന് അറിയാം. ക്യൂഷനും സെക്രട്ടറിയും കൂടി എങ്ങനെ ആ പ്രശ്നം പരിഹരിക്കാമെന്ന് ആലോചിക്കുമ്പോഴേക്കും സാക്ഷാൽ ജിൻയാവോ ബ്ലാക്ക് അയാളുടെ കൂട്ടുകാരിയിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിലെത്തി. ആ കൂട്ടുകാരുടെ കൂട്ടത്തിൽ യുവാൻ ഷോയുണ്ട്, യാവോ മെങ്ങുണ്ട്, ചൂ ബ്രദേഴ്സായ ചൂ ഹെഡും ചൂ ഹെങ്ങും ഒക്കെ ഉണ്ട്. അവരുടെ കൂട്ടത്തിൽ ഹുയാങ് കുടുംബത്തിലെ ടെങ്ങും ഉണ്ട്. അവർക്ക് പുറമേ ഉള്ളത് പിന്നെ കോങ് കുടുംബത്തിലെ യാനിക്കാണ്. അവരൊക്കെ ചർച്ച ചെയ്യുന്നത് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് മാർഷൽ ആർട്സ് ഫോറത്തിൽ വന്ന ആ വാർത്തയാണ്. കറുത്ത മുഖംമൂടി ധരിച്ച ആ കറുത്ത വസ്ത്രധാരി ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിലെ അതിശക്തരായ ആ 8 ബ്ലാക്ക് ഗോൾഡ് പവർ ഹൗസുകളെ പരാജയപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് അവർ ചർച്ച ചെയ്യുന്നത്. ചൂ ഹെഡ് പറഞ്ഞു, എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. ആ 8 ബ്ലാക്ക് ഗോൾഡ് പവർ ഹൗസുകളും മിനിമം 4th ലെവൽ മാർക്കിസ്റ്റുകളെങ്കിലുമാണ്. ആ മാർക്കിസ്റ്റുകളെ അങ്ങനെ അങ്ങ് പരാജയപ്പെടുത്താൻ ഒരാൾക്ക് പറ്റൂ. അതേ അഭിപ്രായം തന്നെയാണ് യാവോ മെങ്ങിനും ഉള്ളത്. യാവോ മെങ്ങും അല്ല ഞെട്ടിരിക്കുകയാണ്. അതെ, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. 8 പവർ ഹൗസുകളെ ഒരാൾ പരാജയപ്പെടുത്തുക കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. കോങ് യാനിക്കിന് തികച്ചും വ്യത്യസ്തമായ അഭിപ്രായമാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നത് ഈ വാർത്ത തികച്ചും കളവായിരിക്കുമെന്നാണ്. 8 പവർ ഹൗസുകളെ പരാജയപ്പെടുത്താൻ ആർക്കായി ഈ ഭൂമിയിൽ കഴിയുക?
ബ്ലാക്ക് ഗോൾഡ് റോപ്സ് അണിഞ്ഞ ആ ഓരോ ആളും ശരിക്കും അസാധ്യമായ കരുത്തുള്ള പവർ ഹൗസുകളാണെന്ന് അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള 8 പേർ ഒന്നിച്ച് ആക്രമിക്കുമോ ആ 8 പേരെയും പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യസാധ്യമായ ഒരു കാര്യമല്ല. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാക്ഷാൽ ജിനിയാവോ ബ്ലാക്ക് അങ്ങോട്ട് വരുന്നത്. വൈകുന്നേരങ്ങളിൽ ഈ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലെ ആളുകളൊക്കെ ഒന്നിച്ചു കൂടുന്ന റോഡ് സൈഡിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ജിനിയാവോ കടന്നു വന്നത്. ജിനിയാവോ കണ്ടതും യുവാൻ ഷോ ജിനിയാവോയോട് ചോദിച്ചു, ജിനിയാവോ നീ സംഭവം അറിഞ്ഞില്ലേ? യുവാൻ ഷോയുടെ ആ ചോദ്യത്തിന് ചിരിച്ചുകൊണ്ടാണ് ജിനിയാവോ ബ്ലാക്ക് മറുപടി പറഞ്ഞത്. പിന്നെ സംഭവം അറിയാതെ ഞാനിപ്പോ ജിങ്ദു മാർഷൽ അസോസിയേഷനാണ് വരുന്നത്. അവരാകെ അജിറ്റഡാണ്. 8 പവർ ഹൗസുകളല്ലേ ആ കറുത്ത മുഖംമൂടി തോൽപ്പിച്ചത്. ജിനിയാവോ ബ്ലാക്ക് കേട്ടുകേൾവികളായിരുന്ന ആ കാര്യം ഇതാ യാഥാർത്ഥ്യമാണെന്ന് ഉറപ്പിക്കുകയാണ്. ജിനിയാവോ സത്യമാണ് പറയുന്നത്. ചോദ്യം കോങ് യാനിക്കിന്റെയാണ്. കോങ്, ഞാനെന്തിന് കളവ് പറയണം? ആ കറുത്ത മുഖംമൂടി അതിശക്തനാണ്. അയാൾ 8 ബ്ലാക്ക് ഗോൾഡുകാരെ തോൽപ്പിച്ചത് സത്യത്തിൽ എന്നെ പോലും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചപ്പോലും ഇതൊന്നും നടക്കില്ല. ജിനിയാവോ ബ്ലാക്കിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം അവിടെ ഇരിക്കുന്ന വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അതാണ് ആ വാചകത്തിന്റെ അർത്ഥം. അവിടെ ഇരിക്കുന്ന ആ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലെ ആരെക്കാളും ശക്തനാണ് ഇന്ന് പ്രത്യക്ഷപ്പെട്ട ആ മുഖംമൂടിധാരി എന്ന് ആ വാക്കുകൾ വിളിച്ചു പറയുകയാണ്. എല്ലാവരുടെ മുഖത്തും വല്ലാത്തൊരു അതിശയവും അമ്പരപ്പൊക്കെ ഉണ്ട്. അത് കണ്ടതും ജിനിയാവോ അവരോട് ചോദിച്ചു, നിങ്ങൾക്കറിയോ അത് ആരാണെന്ന്? അത് ആ ആൻസസ് ഗുവാനല്ലേ? ഹുയാൻ കുടുംബത്തിലെ ടെങ് അങ്ങനെ ചോദിച്ചതും ജിനിയാവോ ഒന്ന് ചിരിച്ചു. പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അറിയാതെ ഞെട്ടിപ്പോവും. ഏതായാലും ഞാൻ പറയാം. അത് നമ്മുടെ മരിച്ചുപോയ മാർക്കില്ലേ, മാർക്കിൻ്റെ ഗുരുവാണ്, മാർക്കിൻ്റെ മെന്റർ. മാർക്ക് ഫെല്ലറുടെ ഗുരുവോ? അറിയാതെ യാവോ മെങ്ങും യുവാൻ ഷോയും ആ ചോദ്യം ചോദിച്ചു പോവുകയാണ്. അവരുടെ മുഖത്തുണ്ടായ ഞെട്ടൽ സ്വാഭാവികമായും മറ്റെല്ലാവർക്കും ഉണ്ട്. മാർക്ക് ഫെല്ലറുടെ ഗുരുവോ? അയാൾ ചിലപ്പോൾ പ്രതികാരം ചോദിക്കാൻ വന്നതായിരിക്കുമോ? ആ ചോദ്യം ചോദിച്ചത് ചൂ കുടുംബത്തിലെ ഹെഡാണ്. ചൂ ഹെഡിന്റെ ചോദ്യം കേട്ടതും എല്ലാവരുടെ മുഖം പെട്ടെന്നൊന്ന് വിളറി. അതെ, മാർക്ക് ഫെല്ലറോട് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ കാണിച്ചത് വലിയ ചതിയില്ലേ? ആ ചതിക്ക് പ്രതികാരം ചോദിക്കാൻ അയാളുടെ ആ മെന്റർ എത്തിയതാണ്. യാവോ മെങ്ങിന്റെ ആ ഡയലോഗ് ശരിക്കും ജിനിയാവോയ്ക്ക് അങ്ങ് ഇഷ്ടമായില്ല. ജിനിയാവോ കൂടി മെനക്കെട്ടിട്ടാണ് മാർക്ക് ഫെല്ലറെ ആ ഇമോട്ടർ സ്ലിംഗ് സെഷനകത്ത് അടച്ചത്. മാർക്ക് ഫെല്ലറെ കൊല്ലണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ജിനിയാവോ. അതിന്റെ അർത്ഥം മാർക്ക് ഫെല്ലറെ കൊല്ലപ്പെട്ടതിൽ മനസ്സുകൊണ്ട് അയാൾക്ക് സന്തോഷമുണ്ടെന്നാണ്. ആ സാഹചര്യത്തിൽ മാർക്ക് ഫെല്ലറെ കൊന്നതുകൊണ്ടാണ് അയാളുടെ മെന്റർ പ്രതികാരം ചോദിക്കാൻ വന്നതെന്നൊക്കെ പറയുമ്പോൾ അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ ജിനിയാവോയ്ക്ക് ഒരു മടി. ഈ സംഭാഷണം അവിടെ അങ്ങനെ നടക്കുകയാണ്. പിറ്റേന്ന് രാവിലെ ഏകദേശം ഒരു 11 മണിയായി കാണും. ആ സമയത്ത് ന്യൂ സെലസ്റ്റിലെ ജിങ്ദു മേഖലയിലെ ആകാശം മുട്ടി നിൽക്കുന്ന ഒരു കെട്ടിടത്തിലേക്ക് സാക്ഷാൽ പ്രസിഡന്റ് ക്യൂഷിനെത്തി. അത് ബ്ലാക്ക് കുടുംബത്തിന്റെ കോർപ്പറേറ്റ് ഓഫീസാണ്. ആ കോർപ്പറേറ്റ് ഓഫീസിൽ 84ാമത്തെ നിലയിലാണ് സാക്ഷാൽ ഷാൻഹായിയുടെ ഓഫീസ്. അവിടേക്ക് ക്യൂഷിനെത്തി. ഷാൻഹായി വിവിധ ആക്ടിവിറ്റീസുമായിട്ട് സജീവമായിരിക്കുമ്പോഴാണ് ക്യൂഷിനെ എത്തുന്നത്. ക്യൂഷിനെ കണ്ടതും ഷാൻഹായി വേഗം ബാക്കി ആളുകളേക്ക് ഒഴിപ്പിച്ചു. ക്യൂഷിനൻ ചിരിച്ചുകൊണ്ട് ഷാൻഹായിയുടെ മുറിയിലേക്ക് വന്നു. പ്രസിഡന്റ് ഷിനൻ, എന്താ സംഭവം? എന്നെ അന്വേഷിച്ച് നിങ്ങൾ വെറുതെ വരില്ലല്ലോ. അവര് നല്ല സുഹൃത്തുക്കളും കൂടിയാണ്. ക്യൂഷിനൻ ഷാൻഹായിയുടെ മുന്നിലുള്ള കസേരയിരുന്നു. ഷാൻഹായി, ഞാൻ വന്നത് ഷാൻഹായിയുടെ സഹായം ചോദിച്ചാണ്. ഷിനൻ, ഞാൻ നിനക്ക് എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? ഷാൻഹായി, എനിക്ക് എമിലി ബ്ലാക്കിനെ കൊണ്ട് ഒരു കാര്യമുണ്ട്. ക്യൂഷിനൻ, എമിലി ബ്ലാക്ക് നിങ്ങളുടെ കസ്റ്റഡിയിലല്ലേ? അവളുമായി ബന്ധിപ്പിച്ച കാര്യങ്ങൾ ചോദിക്കാൻ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഷാൻഹായി, അതല്ല, ഇപ്പോ ഒരു കറുത്ത മുഖംമൂടി ധരിച്ച ഒരാള് ഞങ്ങൾക്ക് വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അയാളെ പിടിക്കാൻ എൻ്റെ മുകളിൽ ശരിക്കും പ്രഷറുണ്ട്. അയാളെ പിടികൂടാൻ ഒരു മാർഗമുണ്ട്. ആ മാർഗത്തിനാണ് എനിക്ക് എമിലി വേണ്ടത്. ക്യൂഷിനൻ, നീ കാര്യം വ്യക്തമാക്ക്. ഷാൻഹായി, ഞങ്ങൾ പബ്ലിക്കായിട്ട് ഒരു അനൗൺസ്മെന്റ് നടത്താം എന്ന് വിചാരിക്കുകയാണ്. എമിലി ബ്ലാക്കിനെ പബ്ലിക്കായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള തീരുമാനം ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ എടുത്തു എന്നാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്.
ക്യൂഷൻ അതൊന്നും നടക്കത്തില്ല. പബ്ലിക്കായിട്ട് എമിലിയെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നു. നിനക്കിതോടെ വട്ടായോ? പ്രസിഡന്റ് ക്യൂഷനിന്റെ ആവശ്യം കേട്ടപ്പോ ഷാൻഹായിക്ക് അങ്ങനെ ചോദിക്കാനാണ് തോന്നിയത്. ഷാൻഹായി, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ അങ്ങനെ ഒരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ വധശിക്ഷ നടപ്പിലാക്കാനായി നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലേസിൽ നമ്മൾ എമിലിയെ കൊണ്ട് എത്തിച്ചാൽ എമിലിയെ രക്ഷിക്കാനായി ആ മുഖംമൂടി ഉറപ്പായും വരും. അവിടെ ഇട്ട് നമുക്ക് അയാളെ പിടികൂടാം. പ്രസിഡന്റ് ക്യൂഷനൻ, ഇതിന്റെ ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ അതിലേക്ക് എമിലിയെ കൊണ്ടുവരാൻ പറ്റത്തില്ല. എമിലി അവൾ എന്തോ ആവട്ടെ, പക്ഷേ എന്റെ അനന്തരവളാണ്, എന്റെ അനുജന്റെ മകളാണ്. അവളെ വെച്ച് ഇത്ര ഒരു കളി നടത്താൻ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. ഷാൻഹായി പ്ലീസ്, വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ്. ക്യൂഷനൻ, ഞാൻ പറഞ്ഞു, ഇനി ഈ കാര്യം ചർച്ച ചെയ്യരുത്. നീ ആലോചിച്ചോ, ഇങ്ങനൊരു കാര്യം അനൗൺസ് ചെയ്താൽ ഞങ്ങളുടെ ബ്ലാക്ക് കുടുംബത്തിന്റെ അവസ്ഥ എന്താകുമെന്ന്? ബ്ലാക്ക് കുടുംബത്തിന്റെ മൂത്ത പെൺകുട്ടിയാണ് എമിലി. ആ എമിലിയെ പരസ്യമായി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ കൈയും കേട്ട് നോക്കി നിന്നാൽ പിന്നെ സമൂഹത്തിൽ ഞങ്ങൾക്ക് എന്ത് വിലയാ ഉള്ളത്? ബ്ലാക്ക് കുടുംബത്തിന്റെ കാരണവർ കൂടിയായി മാറിയിരിക്കുന്ന ഷാൻഹായി ചോദിക്കുന്നതിനകത്ത് അർത്ഥമുണ്ട്. ആ കാര്യം ക്യൂഷനും അറിയാം. ക്യൂഷന് ഇതല്ലാതെ വേറെ മാർഗവുമില്ല. എമിലി ബ്ലാക്കിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നേ പറയത്തുള്ളൂ, പക്ഷെ ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അത് ഷാൻഹായിക്കും അറിയാം, ക്യൂഷനും അറിയാം. പക്ഷെ അത്തരം ഒരു വാർത്ത ബ്ലാക്ക് കുടുംബത്തിന്റെ ഇമേജിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഷാൻഹായി തീർത്തു പറഞ്ഞതും ആ മുറിയിലേക്ക് സാക്ഷാൽ ജിനിയാവോ ബ്ലാക്ക് കയറി വന്നു. ജിനിയാവോ അകത്തേക്ക് വരുമ്പോൾ തന്നെ ഉറക്കെ പറഞ്ഞു, പ്രസിഡന്റ് ക്യൂഷനൻ, നിങ്ങളുടെ ഐഡിയ നിങ്ങൾ ലേശം ഒന്ന് മാറ്റി പിടിച്ചു നോക്ക്. ചിലപ്പോ അത് അച്ഛന് സമ്മതിക്കാൻ പറ്റുന്ന കാര്യമാവും. അങ്ങനെ ജിനിയാവോ പറഞ്ഞപ്പോ ഷാൻഹായിയും അതുപോലെ ക്യൂഷനും കൗതുകത്തോടെ ജിനിയാവോയുടെ മുഖത്തേക്ക് നോക്കി. ജിനിയാവോ ക്യൂഷനോട് പറഞ്ഞു, പരസ്യമായി എമിലിയെ എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്കെന്തായാലും അനുവദിക്കാനാവില്ല. പക്ഷേ പരസ്യമായി നിങ്ങൾക്ക് മറ്റൊരു കാര്യം ചെയ്യാം. എമിലിയുടെ ശരീരത്തിൽ നിന്ന് രക്തം ശേഖരിക്കാം. ഇപ്പോൾ ആർക്കും അറിയില്ലല്ലോ എമിലിയുടെ ശരീരത്തിൽ നിന്നാണ് രക്തം എടുക്കുന്നതെന്ന്. നമ്മൾ ആ കാര്യം ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. കൂടുതൽ ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടി നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെ മാത്രം വിളിച്ചാൽ മതി. നമ്മളുമായി ബന്ധപ്പെട്ട അരിശക്കാരി കുടുംബങ്ങളിലെ അവരെ മാത്രം വിളിച്ചിട്ട് അവരുടെ മുന്നിൽ വെച്ച് എമിലിയുടെ രക്തം പരസ്യമായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് രക്തം എടുക്കുന്നതെന്നും ആരിൽ നിന്നും രക്തം എടുക്കുന്നതെന്നും കാണിക്കാം. ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും ആ കറുത്ത മുഖമൂടിക്കാരൻ എമിലിയെ രക്ഷിക്കാനായി സ്ഥലത്ത് വരും. ജിനേവോ ബ്ലാക്ക് വളരെ ആലോചിച്ചുറച്ചിട്ടാണ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ജിനേവോ പറഞ്ഞത് കേട്ടപ്പോൾ പ്രസിഡന്റ് ക്യൂഷനും ആ പോയിന്റ് ശരിയാണെന്ന് തോന്നി. എമിലി ബ്ലാക്കിന്റെ വധശിക്ഷ നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ള പരസ്യത്തേക്കാൾ നല്ലത് പരസ്യമായി രക്തം എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോഗ്രാം ക്ഷണിക്കപ്പെട്ട ശാസ്ത്രങ്ങൾ കാണിക്കുന്നുള്ള പ്രസ്താവനയാണ്. രണ്ടിലും തമ്മിലുള്ള വ്യത്യാസം വളരെ പ്രകടമാണ്. ആദ്യത്തിൽ വധശിക്ഷ നടപ്പിലാക്കുന്നത് ആരുടേതാണെന്ന് പറയേണ്ടി വരും. രണ്ടാമത്തതിൽ ആ പേരേ പറയണ്ട. എമിലി ബ്ലാക്ക് എന്ന പേര് പോലും പറയാതെ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ പറ്റും. ജിനേവോ പറഞ്ഞത് കേട്ടതും ക്യൂഷൻ ജിനേവോട് പറഞ്ഞു, ജിനേവോ, നീ ഒരു ജീനിയസ് തന്നെയാണ്, ശരിക്കും ഇതൊരു കിടിലം ഐഡിയ. അത് കേട്ടതും ഷാൻഹായി പറഞ്ഞു, എനിക്ക് ഇതും യോജിക്കാൻ പറ്റില്ല. അച്ഛാ പ്ലീസ് അച്ഛാ, ഇതല്ലാതെ നമുക്ക് വേറെ മാർഗമില്ല. നമുക്ക് വേണ്ടപ്പെട്ട ആളല്ലേ പ്രസിഡന്റിനെ രക്ഷിക്കാൻ. ഇതല്ലാതെ എന്ത് മാർഗമാണ് ഇപ്പോൾ ഉള്ളത്? ആ മുഖമൂടി വളരുന്നത് നമുക്കും ദോഷമാണ്. ഷാൻഹായി തർക്കിച്ചിട്ടും ജിനിയാവോ അവൻ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ്. ഒരു പരുവത്തിൽ ജിനിയാവോ ഷാൻഹായി കൊണ്ട് സമ്മതിപ്പിച്ചു. ഷാൻഹായി മനസ്സില്ല മനസ്സോടെ പ്രസിഡന്റ് ക്യൂഷന് മുന്നോട്ട് പോകാനുള്ള അനുവാദം കൊടുത്തു. ക്യൂഷനൻ ശരിക്കും സന്തോഷത്തോടു കൂടിയാണ് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ക്യൂഷനൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയതും ഷാൻഹായി ജിനിയാവോട് ചോദിച്ചു, ജിനിയാവോ, നീ എന്താ അങ്ങനെ പറഞ്ഞത്? അച്ഛൻ പറയാറില്ലേ എമിലി ബ്ലാക്കിന്റെ രക്തം ബ്ലാക്ക് കുടുംബത്തിന് സ്വന്തമാണെന്ന്? ആ രക്തം ജിങ്ദു മാർഷൽ അസോസിയേഷൻ കൈയടക്കി വെച്ചിരിക്കുകയാണെന്നല്ലേ അച്ഛൻ എന്നോട് പറഞ്ഞത്? അതെ, അതാണ് ശരി. നമ്മുടെ സ്വന്തം രക്തമാണ് ഈ അസോസിയേഷനുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കിട്ടുന്നു എന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. ബ്ലാക്ക് കുടുംബം കൊടുക്കുന്ന രക്തം വഴിയാണ് അവരുടെ ശക്തി വർദ്ധിച്ചതെന്ന് അവരറിയണ്ടേ? എങ്കിലല്ലേ നമുക്ക് അവരുടെ മുകളിൽ ഒരു നിയന്ത്രണം വരും. ജിനിയാവോ ബ്ലാക്ക് ചോദിച്ച ആ ചോദ്യം സ്വാഭാവികമായും ഷാൻഹായിക്ക് മനസ്സിലാകും. ഈ ന്യൂ സെലസ്റ്റിലെ പ്രഭു കുടുംബങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട ആളുകൾക്കാണ്
എമിലിയുടെ രക്തം കൊടുക്കുന്നത്. എമിലിയുടെ രക്തമാണ് അവർക്ക് കിട്ടിയതെന്ന് അവരറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എമിലിയുടെ കുടുംബമായ ബ്ലാക്ക് കുടുംബത്തിന് അവരുടെ മുകളിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ പറ്റും. ആ സാധ്യതയാണ് ജിനേവോ പറഞ്ഞത്. ഇപ്പോ ജിങ്ദു മാർഷൽ അസോസിയേഷൻ എന്തോ ഒരു വലിയ കാര്യം ചെയ്യുന്ന ഫീലാണ് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾക്കെല്ലാം ഉള്ളത്. ജിങ്ദു മാർഷൽ അസോസിയേഷൻ അല്ല, മറിച്ച് ബ്ലാക്ക് കുടുംബമാണ് യഥാർത്ഥത്തിൽ ആളുകളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ ഇടയായ ആ രക്തം സപ്ലൈ ചെയ്യുന്നതിന് പിന്നിലുള്ളതെന്നുള്ള സത്യം ആളുകളൊക്കെ തിരിച്ചറിഞ്ഞാൽ അത് ബ്ലാക്ക് കുടുംബത്തിന് ഗുണമായി വരുമെന്നാണ് ജിനാവോയുടെ കണ്ടെത്തൽ. ജിനാവോ പറഞ്ഞത് കേട്ടപ്പോൾ ഷാൻഹായ് പറഞ്ഞു, ആ അത് ശരിയാണ്, നമുക്കും ഒരു വിലയുണ്ടാവും. അച്ഛാ, മറ്റൊരു കാര്യം, എനിക്ക് ആ എമിലിയെ തീരെ ഇഷ്ടമല്ല, അവളെ തട്ടിപ്പോണെങ്കിൽ തട്ടിപ്പോട്ട്. ജിനാവോ ബ്ലാക്കിന്റെ അതേ മൈൻഡ് സെറ്റ് തന്നെയാണ് ഇപ്പോ സാക്ഷാൽ ഷാൻഹായിക്കും ഉള്ളത്. എമിലി ബ്ലാക്കിന് എന്ത് സംഭവിച്ചാലും അയാൾക്ക് ഒന്നുമില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് അയാൾ എത്തിയിരിക്കുകയാണ്. ബ്ലാക്ക് കുടുംബത്തിന്റെ ആ കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് വല്ലാത്ത സന്തോഷത്തോടുകൂടിയാണ് പ്രസിഡന്റ് ക്യൂഷിനൻ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിൽ മടങ്ങിയെത്തിയത്. അയാള് സന്തോഷത്തോടുകൂടി ആ മുറിയിലേക്ക് കടക്കുമ്പോൾ പെട്ടെന്ന് ഷിയ ഹാങ്റെ അങ്ങോട്ടേക്ക് വന്നു. ആ മുറിയിലേക്ക് വന്ന ഷിയ ഹാങ്റെ പെട്ടെന്ന് പ്രസിഡന്റ് ക്യൂഷിന് മുന്നിൽ മുട്ടുകുത്തി. ഏയ് ഷിയ ഹാങ്, എന്താ ഇത്? പ്രസിഡന്റ്, എന്റെ മോളെ രക്ഷിക്കണം. ഏയ് ഷിയ, നീ എന്തൊക്കെയായി പറയുന്നത്? നിന്റെ മോളെ രക്ഷിക്കാനോ? എന്തിന്? എങ്ങനെ? എന്താ പ്രശ്നം? പ്രസിഡന്റ്, എന്റെ മോളെ ആ മാസ്ക് ധാരി അപകടപ്പെടുത്തിയിരിക്കുകയാണ്. മാസ്ക് ധാരി അപകടപ്പെടുത്തിയെന്നു? അതെ പ്രസിഡന്റ്, ആ മാസ്ക് ധാരി യഥാർത്ഥത്തിൽ മാർക്ക് ഫെല്ലറാണ്. അത് നീ നേരത്തെ പറഞ്ഞു കാണല്ലോ, അത് വിട്. എങ്ങനെ അപകടപ്പെടുത്തിയെന്നാണ് നീ പറയുന്നത്? പ്രസിഡന്റ്, ആ മാസ്ക് വെച്ചാൽ എൻ്റെ മോളുടെ പുറത്ത് ഒരു വിഷം കയറ്റിയിരിക്കുകയാണ്. ആ വിഷം അവിടെ പുറത്തുനിന്ന് മാറ്റാൻ നമ്മുടെ ജിങ്ദു അസോസിയേഷൻ വിചാരിച്ചാലും നടക്കൂ. പ്രസിഡന്റ്, എന്നെ ഒന്ന് സഹായിക്കണം. ഷിയ ഹാങ്, നീ എന്തായി പറയുന്നത്? നീ കാര്യം വ്യക്തമാക്ക്. അങ്ങനെ ഷിയ ഹാങ്റയോട് പ്രസിഡന്റ് ക്യൂഷിൻ പറഞ്ഞതും നടന്ന സംഭവങ്ങളൊക്കെ അതുപോലെ തന്നെ ഷിയ ഹാങ് ക്യൂഷിനോട് പറഞ്ഞു. ഷിയ ഹാങ് ആണ് ഗു സഹോദരന്മാർ എവിടെയുണ്ടെന്നുള്ള കാര്യം ആ മുഖംമൂടി ധരിച്ച മാർക്ക് ഫെല്ലറോട് പറഞ്ഞതെന്നും അതിനടിസ്ഥാനത്തിലാണ് മുഖംമൂടി ധരിച്ച മാർക്ക് ഫെല്ലർ ആ 3 പേരെയും കൊന്നെന്നുകൂടി ഷിയ ഹാങ് സൂചിപ്പിച്ചു. അതിനുശേഷം ആ 9 പൊട്ടൻഷ്യലുകാരുടെ ഡേറ്റ ആ മുഖംമൂടിക്ക് ഹാൻഡ് ഓവർ ചെയ്തതും താനാണെന്നുള്ള വിവരം കൂടി ഷിയ ഹാങ് പങ്കുവച്ചു. അങ്ങനെ ചെയ്യേണ്ടി വന്നത് അയാളുടെ മകൾ കൊല്ലപ്പെടുമെന്നുള്ള സ്റ്റേജ് വന്നപ്പോഴാണ്. മകളെ രക്ഷിക്കാൻ വേണ്ടി ഇതല്ലാതെ വേറൊരു മാർഗവും അയാളുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അയാൾ ജിനാവോ ബ്ലാക്കിനെ കുറിച്ചുള്ള വിവരം ഒരിക്കൽ പോലും ആ മുഹമ്മൂദിദാരിയോട് പറഞ്ഞിട്ടുമില്ല. എമിലി ബ്ലാക്കിന്റെ രക്തം സ്വീകരിക്കുന്ന ആളുകളെയാണ് അയാൾ കൊല്ലുന്നത്. ആ കാര്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ജിനാവോയുടെ കാര്യം അയാൾ പറയാത്തത്. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞതും പ്രസിഡന്റ് ക്യൂഷിനൻ ഷിയ ഹാങ്ങിനോട് പറഞ്ഞു, ഏയ് ഷിയ, നിനക്കിപ്പോ ഒരു പ്രശ്നമുണ്ട്. നിന്റെ പ്രശ്നം നിന്റെ മകളാണ്. ശരിക്കും നിന്റെ വീക്ക്നെസ് ആണ് നിന്റെ മകൾ. ഒരു വളർച്ച ആഗ്രഹിക്കുന്ന ആൾക്ക് ഒരിക്കലും വീക്ക്നെസ് ഉണ്ടാകാൻ പാടില്ല. നമ്മളുടെ വളർച്ചയിൽ തടസ്സമാകുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. നമ്മുടെ വീക്ക്നെസ്സുകൾ നമ്മൾ ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കിയാലേ നമുക്ക് മുന്നേറാൻ പറ്റൂ. നീ ഇതൊരു ചാൻസ് ആക്കി എടുക്ക്. നിന്റെ മകൾ നിന്റെ വഴിയിൽ ഒരു തടസ്സമാണ്. അവളെ ഒഴിവാക്കിയാൽ നിനക്ക് അതിവേഗം ഉയർന്ന് വലിയ പൊസിഷനിലെത്താം. പ്രസിഡന്റ് ക്യൂഷിനൻ പറയുന്ന വാക്കുകൾ കേട്ട് ഷിയ ഹാങ്ങിന്റെ കണ്ണ് തള്ളി ഇങ്ങനെ വരികയാണ്. ശരിക്കും കേൾക്കുന്ന കാര്യം വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള സംശയം ഇപ്പോൾ ഷിയ ഹാങ്ങിന്റെ മുഖത്തുണ്ട്. അമ്പരപ്പോടെ ഷിയ ഹാങ് പ്രസിഡന്റ് ക്യൂഷിനെ നോക്കുമ്പോൾ പ്രസിഡന്റ് ക്യൂഷിൻ ഷിയ ഹാങ്ങിനോട് ചോദിച്ചു, ഷിയ ഹാങ്, മാർക്ക് ഫെല്ലർ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? മാർക്ക് ഫെല്ലർക്കും നിന്നെപ്പോലെ ഒരു വീക്ക്നെസ് ഉണ്ട്. അത് ആ എമിലി ബ്ലാക്കാണ്. ആ എമിലി എന്ന വീക്ക്നെസ് മാർക്കിന്റെ വഴിയിൽ ഇല്ലാതിരുന്നെങ്കിൽ അവൻ ഒരു 7-8 വർഷം കൊണ്ട് ഈ ലോകത്തിലെ നമ്പർ 1 ആയനെ. അത്ര ജീനിയസ് ആണ് അവൻ. അവൻ്റെ വീക്ക്നെസ്സാണ് അവൻ്റെ ജീവൻ കളഞ്ഞു കുളിച്ചത്. മാർക്ക് ഫെല്ലർ കൊല്ലപ്പെട്ടിട്ടില്ല എന്നൊക്കെ നേരത്തെ ഷിയ ഹാങ് പ്രസിഡന്റ് ക്യൂഷിനോട് പറഞ്ഞാണ്. പക്ഷെ അയാൾ അത് വിശ്വസിക്കാതെ മാർക്ക് ഫെല്ലർ മെന്ററാണ് വന്നതെന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ടാണ് ഷിയ ഹാങ്ങിനോട് സംസാരിക്കുന്നത്. അത് ഉറപ്പിച്ചുകൊണ്ട് ഷിയ ഹാങ്ങിനോട് സംസാരിക്കുന്ന പ്രസിഡന്റ് ക്യൂഷിനൻ ഷിയ ഹാങ്ങിനോട് ഒന്നുകൂടി പറഞ്ഞു, മാർക്ക് ഫെല്ലർക്ക് പറ്റിയ അബദ്ധം നിനക്ക് പറ്റാതിരിക്കണമെങ്കിൽ നീ നിന്റെ വീക്ക്നെസ് ഇല്ലാതാക്കണം. മാർക്ക് ഫെല്ലർ എമിലിയെ മറന്നിരുന്നുവെങ്കിൽ അവൻ ഉറപ്പായും വലിയ സംഭവമായനെ. ഇതാ മാർക്കസ് ലെവലിൽ നിൽക്കുന്ന
ഷിയ ഹാങ്ങിനും മുന്നോട്ട് പോകാൻ ഒരുപാട് അവസരങ്ങളുള്ള സമയമാണ്. അയാളുടെ തടസ്സം അയാളുടെ മുന്നിലുള്ള മകളാണ്. ആ മകളെ ഒഴിവാക്കാൻ ഇനി ബുദ്ധിമുട്ടൊന്നുമില്ല. മകളെ ചികിത്സിക്കാതിരുന്നാൽ അവൾ ഓട്ടോമാറ്റിക്കായിട്ട് മരിച്ചോളൂ. അവളുടെ പുറത്തുള്ള വിഷം അത് അവളെ കൊന്നോളൂ. ക്യൂഷനൻ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞതും ഷിയ ഹാങ് സാവധാനം അവിടെ നിന്ന് എണീറ്റു. ഒരക്ഷരം പോലും മിണ്ടാതെ അവൻ വാതിൽക്കലേക്ക് നടക്കുമ്പോൾ പ്രസിഡന്റ് ക്യൂഷനൻ ഉറക്കെ ഷിയ ഹാങ്ങിനോട് പറഞ്ഞു, ഷിയ, ഞാൻ നിന്നെ സഹായിക്കും എന്ന് നീ കരുതണ്ട. നീയായി വരുത്തി വെച്ച കാര്യങ്ങൾ നീ തന്നെ പരിഹരിക്കും. അങ്ങനെ പ്രസിഡന്റ് ക്യൂഷൻ പറയുമ്പോഴേക്കും ഷിയ ഹാങ് വാതിലിന് പുറത്തെത്തി കഴിഞ്ഞു. അയാൾ എങ്ങനെ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിൽ നിന്ന് അയാളുടെ വീട് വരെ എത്തിയെന്നുള്ള കാര്യം സത്യത്തിൽ അയാൾക്ക് പോലും അറിയില്ല. അയാളങ്ങനെ നടക്കുകയായിരുന്നു. അയാളുടെ ജീവിതത്തിലെ 21 കൊല്ലം അയാൾ കളഞ്ഞത് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന് വേണ്ടിയാണ്. ആ അസോസിയേഷൻ ഇതാ അയാളോട് പറയുന്നു, മകളെ ഉപേക്ഷിച്ചിട്ട് അസോസിയേഷനൊപ്പം നിൽക്കാൻ. 4 വയസ്സ് മാത്രം പ്രായമുള്ള അയാളുടെ മകളുടെ മുഖം അയാളുടെ മനസ്സിലങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. എങ്ങനെയോ ഷിയ ഹാങ് അയാളുടെ വീട്ടിൽ മടങ്ങിയെത്തി. ഷിയ ഹാങ് വാതിൽ തുറന്ന് അകത്ത് കിടക്കുമ്പോൾ അയാൾക്ക് കസറിലിരിക്കുന്ന മാർക്ക് ഫെല്ലറെ കാണാം. ഒരക്ഷരം പോലും മിണ്ടാതെ ഷിയ ഹാങ് മാർക്കിൻ്റെ അടുത്തുള്ള സെറ്റി വന്നിരുന്നു. വല്ലാത്തൊരു നിരാശ ഷിയ ഹാങ്ങിൻ്റെ മുഖത്ത് ദൃശ്യമാണ്. മാർക്ക് ഷിയ ഹാങ്ങിനെ നോക്കിയതും ഷിയ എന്തോ പറയാനായിട്ട് വാ തുറന്നതും മാർക്ക് ഷിയ ഹാങ്ങിനോട് പറഞ്ഞു, ഷിയ, ഇനി നീ ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി. ഷിയ, ഈ റിസൾട്ട് ഞാൻ പ്രതീക്ഷിച്ചതാണ്. അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞതും ഷിയ ഹാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ എൻ്റെ ജീവിതത്തിലെ 21 കൊല്ലമാണ് ഈ അസോസിയേഷന് വേണ്ടി ഉപയോഗിച്ചത്. എന്നിട്ടും അവരെന്നോട് അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഷിയ ഹാങ് എന്നോട് വിതുമ്പി തുടങ്ങിയാണ്. അത് കണ്ടതും മാർക്ക് ഷിയ ഹാങ്ങിന്റെ ഷോൾഡറിൽ നിന്ന് തട്ടി. ശരിക്കും ഒരു സുഹൃത്തിൻ്റെ തോളിൽ തട്ടും പോലെയാണ് ഷിയ ഹാങ്ങിന്റെ തോളിൽ മാർക്ക് തട്ടിയത്. അതിനുശേഷം മാർക്ക് ഷിയയോട് പറഞ്ഞു, ഷിയ, നീ ഈ മുതലാളിത്ത വ്യവസ്ഥയുടെ ആളുകളെ കുറിച്ച് എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? അവർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. അവർ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കില്ല. ഉപയോഗമുണ്ടെങ്കിൽ അവർ കൂടെ നിർത്തും, ഉപയോഗമില്ലെന്ന് തോന്നിയാൽ അവർ കളയും. യൂസ് ആൻഡ് ത്രോ, അതാണ് ക്യാപിറ്റലിസ്റ്റുകളുടെ രീതി. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ഈ ന്യൂ സെലസിലെ മുതലാളിമാരുടെ കൂട്ടായ്മയിൽ നിന്ന് ഉണ്ടായ സംഭവമല്ലേ? അവരങ്ങനെയല്ലേ ചിന്തിക്കൂ. ഇതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമെന്താ? വിഷമിക്കേണ്ട കാര്യമെന്താ? അവരങ്ങനെ ചെയ്യൂ. വളരെ ഫിലോസഫിക്കലായിട്ട്, എന്നാൽ അതേ സമയത്ത് വ്യക്തമായിട്ടാണ് മാർക്ക് ഫെല്ലർ സംസാരിക്കുന്നത്. മുതലാളിത്തത്തിന് ഒരു രീതിയുണ്ട്. അവർക്ക് ഉപയോഗമുള്ളതിനെ അവർ സംരക്ഷിക്കും. ഉപയോഗം കഴിഞ്ഞാൽ അപ്പോൾ തള്ളിക്കളയുകയും ചെയ്യും. യൂസ് ആൻഡ് ത്രോ എന്ന് ഉള്ള ഫിലോസഫി അവരുടെയൊക്കെ കൂടപ്പുറപ്പാണ്. ഇവിടെ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന് ഉപയോഗമുണ്ടായിരുന്ന സമയത്ത് ഷിയ ഹാങ്ങിനെ അവർ ഉപയോഗിച്ചു. ഇനി ഷിയ ഹാങ്ങിനെ കൊണ്ട് ഉപയോഗമൊന്നുമില്ല, അതുകൊണ്ട് അയാളെ കളയുന്നു. ഈ ഒരു മൈൻഡ് സെറ്റാണ് ആ അസോസിയേഷൻ്റെ തലപ്പത്തിരിക്കുന്ന പ്രസിഡന്റ് ക്യൂഷനും ഉള്ളത്. മാർക്ക് പറയുന്നത് കേട്ടിരിക്കുകയാണ് ഷിയ ഹാങ്. അത് കണ്ടതും മാർക്ക് ഒരു സിഗരറ്റ് എടുത്ത് കൊളുത്തി. ഷിയ ഹാങ്ങിന്റെ സിഗരറ്റാണ്. മാർക്ക് സിഗരറ്റ് വലിക്കുന്ന കണ്ടതും ഷിയ കൈയും നീട്ടി. മാർക്ക് ഉടൻ തന്നെ ആ സിഗരറ്റ് ഷിയയുടെ കയ്യിലേക്ക് കൊടുത്തു. അയാൾ നിശബ്ദനായി ആ സിഗരറ്റ് വായിലോട്ട് വെച്ചു. അയാൾ ശരിക്കും തകർന്നിരിക്കുകയാണെന്ന് അയാളുടെ മുഖഭാവം വിളിച്ചു പറയുകയാണ്. മാർക്ക് ഷിയ ഹാങ്ങിനോട് പറഞ്ഞു, ഷിയ, ഇനി നീ എന്നെ ചതിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ പറഞ്ഞിട്ട് കൂടുതലൊന്നും പറയാതെ മാർക്ക് ഫെല്ലർ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. മാർക്ക് ഫെല്ലർ അവിടെ നേരെ മുറിയിലേക്ക് മടങ്ങി. മാർക്കിൻ്റെ ബോഡിയിൽ ഉണ്ടായിരിക്കുന്ന ക്ഷതങ്ങൾ ശരിക്കും അങ്ങോട്ട് പൂർണ്ണമായും മാറിയിട്ടില്ല. അതുമാത്രമല്ല, നല്ല ക്ഷീണവും മാർക്കിനുണ്ട്. മാർക്കിന് റീകൂപ്പ് ചെയ്തെടുക്കാൻ ഇനിയും ദിവസങ്ങൾ വേണം. മാർക്ക് സാവധാനം കൾട്ടിവേറ്റ് ചെയ്യുകയാണ്. ഈ സമയത്ത് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ആ നിർണായകമായ തീരുമാനം നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന വെന്യൂ മാർക്ക് ഫെല്ലറും ആ ബ്ലാക്ക് ഗോൾഡ് റോബുകാരും തമ്മിൽ ഏറ്റുമുട്ടിയ മാർഷൽ ആർട്സ് അക്കാഡമി തന്നെയാണ്.
അവിടെ ആ ഗ്രൗണ്ടിൽ ഒരു പ്ലാറ്റ്ഫോം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിവരങ്ങൾ അറിയാതെ മാർക്ക് ഫെല്ലർ ന്യൂ സെലസിൽ നിന്ന് ക്വിൻഡസ് സിറ്റിയിലേക്ക് തിരിച്ചു. ക്വിൻഡസ് സിറ്റിയിലെ ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിലെത്തി കുറച്ചു ദിവസം പൗലൻ മാസ്റ്റർക്കൊപ്പം കഴിയാം. ആ ഒരു ധാരണയിലാണ് മാർക്ക് ഫെല്ലർ ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിലെത്തിയത്. ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിനകത്ത് വെയർഹൗസിൽ കുറച്ചു ദിവസം ഏകാന്ത ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ മാർക്കിന്റെ ശക്തി തിരിച്ചു കിട്ടും. അതിനുള്ള തയ്യാറെടുപ്പിലാണ് മാർക്ക്. അതിനുവേണ്ടിയാണ് മാർക്ക് ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിലെത്തിയത്. മാർക്കിനെ ഒളിപ്പിക്കാനുള്ള ഒരു രഹസ്യമുറി പൗലൻ മാസ്റ്ററുടെ വസതിയിൽ തന്നെ ഉണ്ട്. ആ മുറിയിൽ മാർക്ക് എത്തിയ ഉടൻ മാർക്കിനെ പൗലൻ മാസ്റ്റർ ഒളിപ്പിച്ചു. മാർക്ക് ആ മുറിയിൽ ഒളിച്ചു കഴിഞ്ഞതിന് ശേഷം പതുക്കെ കൾട്ടിവേറ്റ് ചെയ്ത് തുടങ്ങിയാണ്. ആ രാത്രി മുഴുവൻ മാർക്ക് ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്തു. രാവിലെ മാർക്ക് ഫെല്ലർ തൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് മാർഷൽ ആർട്സ് ഫോറത്തിലെ വാർത്തകളിലൂടെ ഒന്ന് കടന്നു പോവുകയാണ്. മാർക്ക് ഇപ്പോൾ എല്ലാ ദിവസവും ആ ഫോറം ഒന്ന് ചെക്ക് ചെയ്യും. ആ ഫോറം ചെക്ക് ചെയ്ത മാർക്ക് ഒരു വാർത്തയിൽ അങ്ങനെ ഉടക്കി നിൽക്കുകയാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ പുതിയ പ്രതിഭകളെ സൃഷ്ടിച്ചത് അപൂർവമായ രക്തം അവർക്ക് നൽകിക്കൊണ്ടാണ്. ആ രക്തം എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നതെന്ന് ലൈവായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ മുന്നിൽ കാണിക്കാൻ പോവുകയാണെന്നാണ് ആ പോസ്റ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. വാർത്ത വായിച്ച മാർക്ക് ഫെല്ലർ ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. എമിലി ബ്ലാക്കിൻ്റെ ബോഡിയിൽ നിന്ന് പരസ്യമായി രക്തം ഊറ്റാനുള്ള ഒരു പരിപാടിയിലേക്കാണ് ഇതാ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ കടക്കുന്നത്. ജയിലറയ്ക്കുള്ളിൽ ആരും ശ്രദ്ധയപ്പെടാതെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇതാ പരസ്യമായി ചെയ്യാൻ പോവുകയാണ്. വാർത്ത വായിച്ച് ഞെട്ടിയ മാർക്ക് പെട്ടെന്ന് വാതിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് പൗലൻ മാസ്റ്റർ വന്നുകൊണ്ടിരിക്കുകയാണ്. പൗലൻ മാസ്റ്റർ കണ്ടതും മാർക്ക് ഓടിച്ചെന്ന് ആ മൊബൈൽ പൗലൻ മാസ്റ്ററെ കാണിച്ചു. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ പോസ്റ്റ് വായിച്ച പൗലൻ മാസ്റ്റർ മുഖവും ഒന്ന് വിളറി. മാർക്ക് പൗലൻ മാസ്റ്ററോട് പറഞ്ഞു, പൗലൻ മാസ്റ്റർ എനിക്ക് ഉടനെ പോകണം. ഏയ് മാർക്ക്, നീ എന്തായി പറയുന്നത്? ഈ വാർത്ത വായിക്കുന്ന ആർക്കും അത് മനസ്സിലാവില്ലേ? ഇത് ആ മുഖംമൂടി തരിയെ കൊടുക്കാനായിട്ട് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ പ്ലാൻ ചെയ്യുന്ന കാര്യമാണ്. മാർക്ക്, നിനക്കറിയാം നിന്നെ കൊടുക്കാനാണ് ഈ പരിപാടിയെന്ന്. നീ എന്നിട്ടും അവിടേക്ക് പോകാൻ പോവുകയാണോ? പൗലൻ മാസ്റ്റർ, ദയവായി എന്നെ തടുക്കരുത്. ഞാനിപ്പോൾ ചെന്നില്ലെങ്കിൽ അവർ ഉറപ്പായും ഈ പ്രക്രിയ തുടരും. ഈ പ്രക്രിയ തുടരുക എന്ന് പറഞ്ഞാൽ എമിലിയുടെ ബോഡിയിൽ നിന്ന് രക്തം വീണ്ടും എടുക്കുന്നത് തുടരുമെന്നാണ്. എമിലിയുടെ പുറത്തുനിന്ന് രക്തം ഊറ്റുന്ന പരിപാടി അനുവദിക്കാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇത്. പൗലൻ മാസ്റ്റർക്ക് മാർക്ക് ഫെല്ലർ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പൗലൻ മാസ്റ്റർ ഒരു കാര്യം അറിയാം, മാർക്ക് ഫെല്ലറെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ഈ ഷോ സംഘടിപ്പിക്കുന്നതാണ്. അതറിഞ്ഞുകൊണ്ട് മാർക്ക് അവിടേക്ക് ചെന്നാൽ മാർക്കിനെ അവർ കൊല്ലും. അക്കാര്യം പൂർണ്ണമായി ബോധ്യമുള്ള പൗലൻ മാസ്റ്റർ മാർക്കിനെ കയ്യിൽ കയറി പിടിച്ചു. മാർക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്. ഇപ്പോൾ നീ അങ്ങോട്ട് പോകരുത്. പൗലൻ മാസ്റ്റർ, ക്ഷമിക്കണം, എനിക്ക് വേറെ മാർഗമില്ല. മാർക്ക്, നീ കൊല്ലപ്പെടും. പൗലൻ മാസ്റ്റർ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൊല്ലപ്പെട്ടാൽ എനിക്ക് വിരോധമില്ല. പക്ഷെ എമിലി ഈ ശനിയിൽ വേദനിപ്പിക്കുന്ന കാണാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. മാർക്ക് ഫെല്ലർ അങ്ങനെ തീർത്തു പറഞ്ഞതും പൗലൻ മാസ്റ്ററുടെ മുന്നിൽ വേറെ മാർഗമില്ല. പൗലൻ മാസ്റ്ററോട് യാത്ര പറഞ്ഞ് മാർക്ക് ഫെല്ലർ നേരെ എയർപോർട്ടിലേക്ക് തിരിച്ചു. ക്വിൻഡസ് സിറ്റിയിൽ നിന്ന് മിക്കവാറും എല്ലായ്പ്പോഴും ന്യൂ സെലസിലേക്ക് ഈ വിമാനങ്ങൾ ഉണ്ടാവും. മാർക്ക് ഫെല്ലർ ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കണ്ടുകൊണ്ട് നിൽക്കുന്ന പൗലൻ മാസ്റ്ററുടെ മുഖത്ത് വല്ലാത്തൊരു വിഷമവും സങ്കടവും ഒക്കെ കടന്നു വരികയാണ്. മാർക്ക് ഫെല്ലർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊരു പേടി പൗലൻ മാസ്റ്റർ മുഖത്തുണ്ട്. പെട്ടെന്ന് അവർ അവരുടെ ഡ്രൈവറെ വിളിച്ചു. ഡ്രൈവർ എത്തിയതും പൗലൻ മാസ്റ്റർ ഡ്രൈവറോട് പറഞ്ഞു, വേഗം കാർ റെഡിയാക്ക്, നമുക്ക് ന്യൂ സെലസിലേക്ക് പോകണം. ക്വിൻഡസ് സിറ്റിയിൽ നിന്ന് ന്യൂ സെലസിലേക്ക് പോകാൻ പൗലൻ മാസ്റ്റർ തീരുമാനം എടുക്കുമ്പോഴേക്കും ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിൽ നിന്ന് ക്ഷണക്കത്ത് കിട്ടിയ യാവുമെങ്ങും കോങ്ങും ഒക്കെ ആ വിഷയമാണ് സംസാരിക്കുന്നത്. കോങ്, നിനക്ക് ക്ഷണക്കത്ത് കിട്ടിയില്ലേ? യാവോ, എനിക്ക് കിട്ടിയായിരുന്നു. നമ്മളൊക്കെ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. എങ്ങനെയാണ് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ രക്തം എക്സ്ട്രാക്ട് ചെയ്യുന്നതെന്ന് പരസ്യമായി നമ്മളെ കാണിക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ എല്ലാവരോടും മാർഷൽ ആർട്സ് അക്കാഡമിയിൽ എത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പിറ്റേ ദിവസം നേരം വെളുത്തു. രാവിലെ ഏകദേശം ഒരു 8 മണിയാകാറായപ്പോൾ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ജയിലിൽ 3 ബ്ലാക്ക് ഗോൾഡ് വസ്ത്രധാരികളെത്തി. അവർ ഉടൻ തന്നെ
എമിലി ബ്ലാക്കിനെ ഘടിപ്പിച്ചിരുന്ന ആ ട്യൂബൊക്കെ ഇളക്കി മാറ്റി. അവർക്കൊപ്പമുള്ള ക്യൂഷനോടായി എമിലി ബ്ലാക്ക് ചോദിച്ചു, ഏയ് നിങ്ങൾ എന്നെ എന്ത് ചെയ്യാൻ പോവുക? ഏയ് എമിലി, പേടിക്കൊന്നും വേണ്ട, നമ്മൾ ഈ സ്ഥലം ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞിട്ട് അവർ എമിലിയും കൊണ്ട് ആ ജയിലിന് പുറത്തെത്തി അവിടെ കാത്തു കിടക്കുന്ന കാറിലേക്ക് കയറി. എമിലി ബ്ലാക്കിനെയും കൊണ്ട് ആ കാറ് മാർഷൽ ആർട്സ് അക്കാഡമിയിലേക്ക് അങ്ങനെ മൂവ് ചെയ്യാണ്. ഈ സമയത്ത് മാർഷൽ ആർട്സ് അക്കാഡമിയുടെ ആ ഗ്രൗണ്ടിൽ ഒരു പുതിയ സംഭവം ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഏകദേശം നടുക്കായിട്ട് അനവധി മെഷീനുകൾ ഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ ജയിലിനകത്ത് എമിലി ബ്ലാക്കിന്റെ പുറത്തുനിന്ന് രക്തം ഊറ്റിയെടുക്കാനായി സ്ഥാപിച്ചിരിക്കുന്ന ശൈലിയിലുള്ള മെഷീനുകൾ തന്നെയാണ് ഇവിടെയും സ്ഥാപിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതും ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ കാറുകൾ ആ കോമ്പൗണ്ടിനകത്തേക്ക് വന്നു. ആ കോമ്പൗണ്ടിനകത്തെ ഗ്രൗണ്ടിലേക്ക് വന്നതും എമിലിയെ അതിവേഗം ആ നടുക്കുള്ള ആ സ്റ്റാൻഡിലേക്ക് ഘടിപ്പിച്ചു. ആ സ്റ്റാൻഡിൽ എമിലി ഘടിപ്പിക്കപ്പെട്ടതും എമിലിയുടെ പുറത്തേക്ക് അതിവേഗം ആ യന്ത്രങ്ങൾ ഘടിപ്പിക്കപ്പെടുകയാണ്. ഈ കാഴ്ച കാണാൻ വേണ്ടി അനവധി സീറ്റുകൾ അവിടെ ഉണ്ട്. പക്ഷെ സീറ്റിലൊന്നും ആരുമില്ല. ആ സീറ്റിലിരിക്കേണ്ട ആളുകൾ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ അക്കാഡമിയുടെ റിസപ്ഷൻ മേഖലയിൽ ഇരിക്കുകയാണ്. റിസപ്ഷൻ മേഖലയിൽ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ സാക്ഷാൽ ജിന്യാവോ ബ്ലാക്ക് ആണ്. അയാളുടെ കൂടെ യാവോ മെങ്ങുണ്ട്, കോങ് യാനിക്കുണ്ട്, ചു ഹെഡുണ്ട്, ചു യെങ്ങുണ്ട്, അതുപോലെ ഹുയാങ് ടെങ്ങുണ്ട്, പിന്നെ യുവാൻ ഷോയും. വളരെ കുറച്ച് ആളുകളെ മാത്രമേ അവിടേക്ക് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ. കൃത്യം 9 മണിയായതും ആ ടീമിനെ അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്തു. ആ ടീം അകത്തേക്ക് വന്നു. അവർ നടന്നു വന്ന് കസേരയിൽ ഇരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് സകലരുടെയും കണ്ണുകൾ ആ ഗ്രൗണ്ടിൽ അവിടെ തൊട്ടു മുന്നിൽ കാണുന്ന ആ രൂപത്തിലേക്ക് പതിഞ്ഞത്. കസേരയിൽ ഇരിക്കാൻ പോയ കോങ് യാനിക്കും യാവോ മെങ്ങും ഉൾപ്പെടെ സകലരും അമ്പരപ്പോടെ ആ രൂപത്തിലേക്ക് നോക്കിയാണ്. ന്യൂസ് അലർട്ടിലെ സകല ആളുകളും വല്ലാത്ത കൗതുകത്തോടെയും ആരാധനയോടെയും നോക്കിക്കാണുമായിരുന്ന സാക്ഷാൽ എമിലി ബ്ലാക്കിനെയാണ് അവിടെ അതാ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ഏതോ അമൂല്യമായ രക്തം ആൾക്കാരിൽ ഇഞ്ചക്ട് ചെയ്ത് അവരെ അതിശക്തരാക്കി മാറ്റിയിരുന്നു. ആ ശക്തി ആവശ്യമുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്ന കോങ് യാനിക്കും കൂടെയുള്ള ആളുകളൊക്കെയും. ആ ശക്തി അവർക്ക് കിട്ടുന്നത് എമിലി ബ്ലാക്കിന്റെ രക്തത്തിൽ നിന്നാണെന്നുള്ള യാഥാർത്ഥ്യമാണ് ഒറ്റ നോട്ടത്തിൽ അവരെല്ലാവരും തിരിച്ചറിഞ്ഞത്. വല്ലാത്തൊരു അമ്പരപ്പ് അത് എല്ലാവരുടെ മുഖത്തും ദൃശ്യമാണ്. ഷോ എമിലി എമിലി, സകലരുടെ നാവിൽ നിന്ന് ആ ശബ്ദം പുറത്തേക്ക് വന്നതും ജിനിയാവോ അവരോട് പറഞ്ഞു, എന്താ നിങ്ങൾക്ക് എമിലിയുടെ രക്തം വേണ്ടെന്നുണ്ടോ? എമിലിയുടെ രക്തത്തിന് വേണ്ടി ഈ രാജ്യവും നല്ല ഈ ലോകം മുഴുവൻ ആഗ്രഹിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞോളൂ, നിങ്ങൾ ഒഴിവാക്കിയിട്ട് വേറെ ആളെ എടുക്കാം. ഞങ്ങൾ ബ്ലാക്ക് കുടുംബക്കാർ ഈ രാഷ്ട്രത്തിലെ എല്ലാവരും രക്ഷപ്പെടണമെന്ന് കരുതിയിട്ട് എമിലിയുടെ രക്തം എല്ലാവരുമായി പങ്കുവെക്കുന്നതാണ്. വളരെ ഫിലോസഫിക്കലായിട്ട് ജിനിയാവോ ബ്ലാക്ക് അത് പറഞ്ഞപ്പോൾ എന്ത് മറുപടി പറയണമെന്നറിയാത്ത ഒരു മൈൻഡ് സെറ്റിലാണ് സകല ആളുകളും. അവർക്ക് ശക്തരാകണമെന്നുണ്ട്. ശക്തരാകണമെങ്കിൽ അവർക്ക് എമിലിയുടെ രക്തം വേണമെന്നും അറിയാം. പക്ഷേ എമിലിയുടെ രക്തം അങ്ങനെ അങ്ങ് സ്വീകരിക്കാൻ അവർക്കാർക്കും മനസ്സില്ല. അതാണ് ശരി. സകലരും ഒരക്ഷരം പോലും മിണ്ടാതെ അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ യാവോ മെങ് അവളുടെ സീറ്റിൽ നിന്ന് എണീറ്റു. അവൾ നടന്ന് എമിലിയുടെ തൊട്ടടുത്തെത്തി. എമിലിയുടെ തൊട്ടടുത്തെത്തിയ യാവോ മെങ് പതുക്കെ എമിലി വിളിച്ചു, എമിലി. ശബ്ദം കേട്ട് എമിലി കണ്ണു തുറന്നപ്പോൾ അവൾ കാണുന്നത് യാവോ മെങ്ങിനെയാണ്. യാവോ കണ്ടതും ആ നിമിഷത്തിലും എമിലി ഒന്ന് പുഞ്ചിരിച്ചു. ഏയ് യാവോ, നീ? എമിലി, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇതെന്താ ഇങ്ങനെ? യാവോ അങ്ങനെ ചോദിക്കുമ്പോൾ എമിലി യാവോട് അതിന് മറുപടി പറയാതെ ഒരു ചോദ്യം ചോദിച്ചു. ഏയ് യാവോ, നീ സത്യം പറയണം, മാർക്ക് ജീവിച്ചിരിപ്പുണ്ടോ? മാർക്ക് ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള ആ ചോദ്യം യാവോ മെങ്ങിനോട് എമിലി ബ്ലാക്ക് ചോദിക്കുമ്പോൾ എന്ത് മറുപടിയാണ് പറയേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ യാവോ മെങ്ങിന്റെ മനസ്സിലുണ്ട്. ഏകദേശം 5-6 മാസങ്ങൾക്ക് മുമ്പാണ് ഇമോർട്ടൽ സ്ലിംഗ് സെക്ഷനകത്ത് മാർക്ക് ഫെല്ലർ പെട്ടുപോകുന്നത്. മാർക്ക് ഫെല്ലറെ അതിനകത്തിട്ട് അടച്ചു എന്ന് പറയുന്നതാണ് ശരി. അതിന് ദൃക്സാക്ഷിയാണ് യാവോ മെങ്. അതിനകത്ത് പെട്ടുപോയ മാർക്ക് ഫെല്ലർ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് എമിലി ബ്ലാക്ക് ചോദിക്കുന്നത്. മാർക്ക് ഫെല്ലർ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ് എമിലി ജീവിക്കുന്നത്.
ആ കാര്യം യാവോമിങ്ങിന് ഇപ്പോൾ ഏകദേശം പൂർണ്ണ ബോധ്യമാണ്. മാർക്ക് ഫെല്ലർ ജീവിച്ചിരിപ്പില്ല എന്ന് അവൾ പറഞ്ഞാൽ ആ നിമിഷം എമിലി തകരും. പക്ഷേ എമിലിയോട് എങ്ങനെ കള്ളം പറയും? അതും യാവോമിങ്ങിനെ അലട്ടുന്ന ചോദ്യമാണ്. എമിലി വീണ്ടും ചോദിച്ചു, യാവോ പറ, മാർക്ക് ജീവിച്ചിരിപ്പുണ്ടോ? പെട്ടെന്ന് യാവോ എവിടെ നിന്നോ ലഭിച്ച ആ ധൈര്യം സംഭരിച്ചുകൊണ്ട് എമിലി ബ്ലാക്കിനോട് പറഞ്ഞു, എമിലി, മാർക്കിനൊരു കുഴപ്പമില്ല, മാർക്ക് വരും, നിന്നെ രക്ഷിക്കും. യാവോമിങ് അത്രയും പറഞ്ഞതും ശരിക്കും 1000 പൂർണ്ണചന്ദ്രന്മാർ ഒന്നിച്ച് എമിലിയുടെ മുഖത്ത് കത്തിയതുപോലെ ഒരു പ്രകാശം അവളുടെ മുഖത്തുണ്ടാവുകയാണ്. ശരിക്കും അവൾ ആകെ നിരാശപ്പെട്ടിരിക്കുമ്പോഴാണ് ഇതാ അവളുടെ പ്രിയ കൂട്ടുകാരി യാവോമിങ് മാർക്ക് ഫെല്ലർ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുന്നത്. സന്തോഷത്തോടെ യാവോമിങ്ങിനോട് എമിലി പറഞ്ഞു, താങ്ക് യു യാവോ, താങ്ക് യു. അങ്ങനെ എമിലി ബ്ലാക്ക് പറഞ്ഞ ആ നിമിഷത്തിൽ പുറകിൽ നിന്നൊരു ശബ്ദം, ഏയ് യാവോ, എന്താ അവിടെ? ശബ്ദം കേട്ട് യാവോ നോക്കുമ്പോൾ അവളുടെ നേരെ നടന്നു വരുന്ന പ്രസിഡന്റ് ക്യൂഷിനെയാണ് അവർ കണ്ടത്. ക്യൂഷിനെ കണ്ടതും യാവോ വേഗം നടന്ന് അവളുടെ സീറ്റിലേക്ക് മടങ്ങി. പ്രസിഡന്റ് ക്യൂഷിനെ എല്ലാവർക്കും ഭയമാണ്. ക്യൂഷൻ എമിലി ബ്ലാക്കിനെ തൊട്ട് മുന്നിലേക്ക് വന്നു. എമിലിയെ നോക്കി ക്യൂഷനൻ എമിലിയോട് പറഞ്ഞു, എമിലി, നിന്റെ കൂട്ടുകാരാണ് ഇവിടെ ഉള്ളതെല്ലാം, അവർക്ക് കാണണമത്രേ എങ്ങനെയാണ് ഈ അമൂല്യ രക്തം എക്സ്ട്രാക്ട് ചെയ്യുന്നത്. നമുക്കത് കാണിച്ചു കൊടുക്കാം അല്ലേ? വളരെ കൂളായിട്ട് ഒരു പരീക്ഷണത്തിന് എമിലിയുടെ പങ്കാളിത്തത്തോടുകൂടി ചെയ്യുന്ന അതേ ശൈലിയിലാണ് ക്യൂഷന്റെ ഡയലോഗ്സ്. ക്യൂഷൻ പറയുന്ന വാചകങ്ങൾ സ്വാഭാവികമായിട്ടും എമിലിയുടെ കൂട്ടുകാരൊക്കെ കേൾക്കുന്നുമുണ്ട്. പ്രസിഡന്റ് ക്യൂഷനൻ എല്ലാവരും നോക്കിയിട്ട് അയാളുടെ വലത് കൈ ഒന്ന് അനക്കി. അയാളുടെ വലത് കൈയിലേക്ക് പെട്ടെന്നൊരു പ്രകാശം വരികയാണ്. പ്രസിഡന്റ് ക്യൂഷൻ അതിശക്തമായ ഒരു മാർഷൽ ആർട്ടിസ്റ്റാണ്. അയാളുടെ കയ്യിലേക്ക് വന്ന പ്രകാശത്തെ അയാൾ എമിലിയുടെ കയ്യിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ആ വയറിലേക്ക് ഒന്ന് കൊണ്ടുവന്നതും ആ വയറുകളൊക്കെ പ്രകാശിച്ചു തുടങ്ങി. ശരിക്കും ആ പ്രകാശം ആ വയറിൽ പതിച്ചതും ആ വയറുകൾ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടതാണ്. ആ വയറുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കണ്ടാൽ ഗ്ലാസ് പോലെ ഇരിക്കുന്ന വയറുകളാണ്. മാർക്ക് ഫെല്ലർ നേരത്തെ ഒരു തവണ അത് പൊട്ടിക്കാൻ ജയിലിൽ വെച്ച് ശ്രമിച്ചതാണ്. അന്ന് മാർക്ക് ഫെല്ലർ കൊണ്ട് അത് പറ്റിയില്ല. അതേപോലുള്ള ട്യൂബുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഇപ്പോഴും എമിലിയെ കണക്ട് ചെയ്തിരിക്കുന്നത്. ജിന്യാവോ ബ്ലാക്കിന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. എമിലി ബ്ലാക്കിന്റെ മുഖം വിളർന്നു കണ്ടപ്പോഴാണ് ആ പുഞ്ചിരി അവനുണ്ടായത്. എന്നാൽ ബാക്കിയുള്ള ആളുകളൊക്കെ വല്ലാതെ അസ്വസ്ഥരാണ്. എമിലി ബ്ലാക്ക് അവർക്ക് എല്ലാവർക്കും പരിചയമുള്ള, അവരുടെ ഇടയിൽ വളരെ സജീവമായിരുന്ന, അവരുടെ ഒരു ലീഡർ പോലെ ആയിരുന്ന കക്ഷിയാണ്. ആ എമിലി ഇത് അവർക്ക് മുന്നിൽ തികച്ചും നിസ്സഹായായി ഈ ശൈലിയിൽ രക്തം കൊടുക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ, എന്ത് പറയണമെന്നറിയാതെ ആ എലൈറ്റ് ഗ്രൂപ്പ് നിശബ്ദമായി ആ കാഴ്ച എങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്നാണ് ആ അക്കാഡമിയിലേക്കുള്ള വാതിൽ മലർക്കെ തുറക്കുന്ന ശബ്ദം കേട്ടത്. ശരിക്കും ആ വാതിലിൽ ആരോ ആഞ്ഞ് ചവിട്ടുന്ന ശബ്ദമാണ് എല്ലാവരും കേട്ടത്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും നോക്കുമ്പോൾ കറുത്ത വസ്ത്രധാരിയായ ഒരു സോഡുധാരി ആ ഗേറ്റിൽ നിപ്പുണ്ട്. കഥയുടെ ഈ ഭാഗം ഞാനോട് അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ലൈഫിൽ നിന്ന് മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.